അള്ളാന്റെ പ്രവാചകൻ ആദ്യം പറഞ്ഞത് മല്ലം യർഹം സഗീറനാ വലം യുഅഖിർ കബീറനാ ഫലൈസ മിന്നാ. ആരും മക്കളോട് കരുണ കാണിക്കുന്നില്ലയോ, പിന്നീടാണ് പ്രവാചകൻ പറഞ്ഞത് ആര് മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ലയോ അവൻ തമ്മിൽപ്പെട്ടവനല്ല. അപ്പൊ കുട്ടികളോട് കരുണ കാണിക്കുമ്പോഴാണ് മുതിർന്നവരോട് കുട്ടികൾ തിരിച്ച് ബഹുമാനവും ആദരവും കാണിക്കുക. കൊച്ചുകുട്ടികളോട് കരുണയില്ലാത്തൊരു മനുഷ്യന് കൊച്ചു കുട്ടികൾ തിരിച്ച് ഒരു ബഹുമാനവും നൽകുകയില്ല. ഇവിടെ പ്രവാചകൻ ആദ്യം പറഞ്ഞു മല്ലം യർഹം സഗീറനാ വലം യുഅഖിർ കബീറനാ. കുഞ്ഞു മക്കളോട് കരുണ കാണിക്കാത്തവരും മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും തമ്മിൽപ്പെട്ടവരല്ല. അപ്പൊ കൊച്ചുകുട്ടികളോടുള്ള കാരുണ്യമാണ് ആദ്യം പ്രവാചകൻ പഠിപ്പിച്ചത്. എന്തു മനസ്സിലായി? മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ധർമ്മം, ബാധ്യത, ഉത്തരവാദിത്വം, കടമ, കടപ്പാട് അത് തിരിച്ചറിയാൻ നമ്മൾ ആദ്യം ശ്രമിക്കണം. ഇന്നിപ്പോൾ ഡൈവോഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം, തലാഖ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഒരു മഹലിലെ 10 വിവാഹമെടുത്താൽ അതിൽ 8 മനതിവിദൂര ഭാവികൾ തലാഖിന്റെ വക്കത്തെത്തുന്ന ഒരു ദയനീയ ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെ 1 2 അതിലധികമോ മക്കളുള്ള ദമ്പതികൾ പരസ്പരം വിഘടിച്ചു നിന്ന് പ്രശ്നങ്ങളായി അവസാനം കോടതി വരാന്തകൾ കയറിയിറങ്ങി തലാഖിന്റെ വക്കത്തെത്തുമ്പോ അവർ രണ്ടുപേരും തലാഖിന് വേണ്ടി ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും എനിക്കിന് ഇവളെ വേണ്ട ഇവനെ വേണ്ട എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് അതിൽ നിന്ന് ഒഴിവാകാൻ കഠിനാധ്വാനവും കഠിനശ്രമവും നടത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അനാഥമായി പോകുന്നത് മക്കളാണ്. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടേണ്ട പ്രായം, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ലാളന കിട്ടേണ്ട പ്രായം, കാരുണ്യം കിട്ടേണ്ട പ്രായം. ആ പ്രായത്തിൽ തന്റെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി, ജീവിതത്തിന്റെ ആഡംബരത്തിന് വേണ്ടി ഭർത്താവിനെ ഉപേക്ഷിച്ച് ആരിൽ നിന്നാണോ ഈ കുട്ടി ഉണ്ടായത് ആ കുട്ടിയുടെ പിതാവിനെ മാതാവിനെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിത സുഖം തേടി പച്ചപ്പ് തേടി അലയുമ്പോഴാണ് ഇവിടെ എല്ലാം നഷ്ടപ്പെടുന്ന കുഞ്ഞുമക്കൾ വഴിയാധാരമായി പോകുന്നത്. അതാണ് ഇടുക്കി ജില്ലക്കാരനായ ഷഫീഖിന്റെ കഥ ലോകത്തോട് വിളിച്ചു പറയുന്നത്. രണ്ടാം കാണിച്ച ക്രൂരമായ പ്രവർത്തനം അതറിഞ്ഞാൽ, അത് വായിച്ചപ്പോ, അത് കേട്ടപ്പോ, അത് മനസ്സിലാക്കിയപ്പോ നീറാത്ത ഹൃദയങ്ങളുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇങ്ങനെയും ഒരു പെണ്ണിന് കഴിയുമോ എന്ന് ചിന്തിച്ചു പോവുകയാണ് ഞാൻ. ഒരു പെണ്ണിന് ഇങ്ങനെയും ഒരു മനസ്സുണ്ടോ? സ്വന്തം കുഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി വാവളിക്കുമ്പോൾ ഭക്ഷണം ഉരുട്ടി തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. തന്റെ കുഞ്ഞിന്റെ വയറ് നിറഞ്ഞു, ബാക്കി കൊണ്ടുപോയി അടച്ചു വെക്കുമ്പോഴും ഈ തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും എടുത്തു വെച്ച് ആ കുഞ്ഞ് വിഴുങ്ങുമ്പോ തൊട്ടടുത്തിരുന്ന് ഈ ഷഫീഖ് എന്ന പിഞ്ചു ബാലൻ നിലവിളിച്ചു. വിശന്നിട്ട് ഉരുട്ടി ചോറ്, ഒരു പറ്റ് ചോറ് ആ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ ഈ പെണ്ണ് തയ്യാറായില്ല. എന്തൊരു ക്രൂരതയാണ്! എവിടെ നിന്ന് കിട്ടിയ ഈ മനസ്സ്? ഇവിടെയാണ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത് മല്ലം യർഹം സഗീറനാ വലം യുഅഖിർ കബീറനാ ഫലൈസ മിന്നാ. കുഞ്ഞുമക്കളോട് കരുണ കാണിക്കാത്തവരെ, കുഞ്ഞുമക്കളോട് കരുണ കാണിക്കാത്തവരെ, അത് സ്വന്തം മക്കളെന്നല്ല, അന്യ വീട്ടിലെ അയൽവാസത്തിലെ അയൽവക്കത്തെ കുഞ്ഞുമക്കളാവട്ടെ, അവരടുത്തേക്ക് കടന്നു വരുമ്പോ, അവർ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവരോട് മൃഗീയമായ പരുക്കൻ സ്വഭാവം പ്രവർത്തിക്കുന്നവരാരോ ഫലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല, അവൾ നമ്മിൽപ്പെട്ടവളല്ല. അവൾക്ക് എന്റെ മതവുമായ എന്റെ ചെറിയമായ മാറ്റമില്ല, ഒരു ബന്ധവുമില്ല. അള്ളാന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരുമ്പോ അള്ളാന്റെ പ്രവാചകൻ ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച് മുത്തുകയാണ്. ഭാര്യ എടുത്ത് ചുംബനം കൊടുക്കുന്നു. അള്ളാന്റെ പ്രവാചകനെ കുഞ്ഞുമോനെ ചുംബിച്ചപ്പോ അത് കണ്ടുകൊണ്ട് കടന്നു വന്ന അറാബിയായ മനുഷ്യനുണ്ടല്ലോ, അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അതുഖബ്ബിലൂന സിബിയാ, അങ്ങ് കുഞ്ഞുമക്കളെ മുത്തുന്നോ നബിയേ? അങ്ങ് മക്കളെ ചുംബനം വെക്കുന്നോ നബിയേ? അങ്ങിത്ര മൃഗീയനായി പോയോ നബിയേ? അങ്ങിത്ര കാട്ടാളനായി പോയോ നബിയേ? അള്ളാന്റെ പ്രവാചകൻ അയാളോട് പറഞ്ഞതെന്താ? കുഞ്ഞുമക്കളോട് കരുണ കാണിക്കുന്നത്, അവർക്ക് ചുംബനം കൊടുക്കുന്നത് അവരോടുള്ള കാരുണ്യത്തിന്റെ പ്രവാഹമാണ് സഹാബ. അതുകൊണ്ട് ആരുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം ഊരി മാറ്റിയോ ഇതിന് ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ എന്ത് ചെയ്യാനാണെന്ന് അള്ളാന്റെ പ്രവാചകൻ ആ സഹാബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ മനസ്സിൽ ആദ്യം വേണ്ടത് കുഞ്ഞു മക്കളോട്, ചെറുപ്പക്കാരോട്, കുട്ടികളോടുള്ളൊരു കരുണയാണ്.
മാതാപിതാക്കൾ മക്കളോട് കാണിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം, ബാധ്യത. അത് പറഞ്ഞോണ്ട് നിൽക്കാനുള്ള സമയം സൂചന മാത്രം തന്നു എന്ന് മാത്രം. അത് അങ്ങോട്ട് കൊടുക്കുമ്പോഴേ തിരിച്ചു കിട്ടുള്ളൂ. കിട്ടില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് വിഷമിച്ച് ഓടി നടന്നാൽ അത് കിട്ടൂല. സ്നേഹവും ബഹുമാനവും ആദരവും കാരുണ്യവുമെല്ലാം കാശ് കൊടുത്ത് വാങ്ങുന്നതല്ല, അടിച്ചും പിടിച്ചും പറഞ്ഞും കൊടുത്തു വാങ്ങേണ്ടതല്ല, സ്നേഹം കൊടുത്തു വാങ്ങേണ്ടതാണ് സ്നേഹവും ആദരവും. അതുകൊണ്ട് ആദ്യം അങ്ങോട്ട് കൊടുക്കുക, അവരിൽ നിന്ന് തിരിച്ചു മേടിക്കുക. ഇതാണ് ആദ്യം എനിക്ക് പറയാനുള്ള സന്ദേശം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രണ്ടാമത്തത് മറുവശം അല്ലാഹു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ കഴിഞ്ഞാൽ, ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബാധ്യതകൾ കഴിഞ്ഞ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബാധ്യത ആരോടാണ്? അല്ലാഹു കഴിഞ്ഞാൽ, പുണ്യ നബി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ബാധ്യത അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിന്റെ ഉമ്മയോടാണ്, ഉമ്മയോടാണ്. ഒരു സഹാബി കടന്നു വരുന്നു പ്രവാചകന്റെ മുമ്പിലേക്ക്, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്. ഉമ്മമൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരാണ് നബിയേ? നിന്റെ ഉമ്മയോടാണ്. ഉമ്മമൻ യാ റസൂലല്ലാഹ്, ആട്ടെ പിന്നെ ആരാണ് നബിയേ? പിന്നെ ആരോടാണ് എന്റെ ധാർമ്മികത? അല്ലാഹുവിന്റെ പ്രവാചകൻ മൂന്നാമതും പറഞ്ഞു, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉമ്മമൻ യാ റസൂലല്ലാഹ് സമ്മതിച്ചു. 3 പ്രാവശ്യവും ഉമ്മ എന്ന് പറഞ്ഞ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ആ സഹാബി ചോദിക്കുന്നു, ഉമ്മമൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരാണ് നബിയേ? നിന്റെ പിതാവ്. 3 പ്രാവശ്യം ഉമ്മയെ പറഞ്ഞു, പിന്നെ വാപ്പയെ പറഞ്ഞു. അപ്പൊ മാതാപിതാക്കൾ ഈ 2 പേരെയും പറഞ്ഞിട്ട് അടുത്തതിലേക്ക് കടന്നത്. ഒരു യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ പോകുമ്പോ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കും അങ്ങയുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ, ഞാനുകൂടെ അങ്ങയുടെ കൂടെ വന്നോട്ടെ നബിയേ, വരട്ടെയോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കുന്നു, ഏ മനുഷ്യ, നിന്റെ വീട്ടില് നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ ജീവിച്ചിരിപ്പുണ്ടോ? അവർ വാർദ്ധക്യത്തിന്റെ വേദന നിന്ന അവസ്ഥയിൽ ജീവിച്ചിരിപ്പുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകരെ, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഉണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സഹാബിയോട് പറഞ്ഞു, ചെല്ലുക, മടങ്ങി പോവുക നിന്റെ വീട്ടിലേക്ക്. നിന്റെ ഉപ്പാക്ക് നിന്റെ ഉമ്മാക്ക് ഹിദ്മത്ത് ചെയ്തോ, സേവനം ചെയ്തോ, അത് നിന്റെ സ്വർഗത്തിലേക്കുള്ള പാതയാണെന്ന് പഠിപ്പിച്ച മുത്തുനബി പറയുകയാണ്, അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാ. ഒരു മനുഷ്യന്റെ സ്വർഗം ഇരിക്കുന്നത് എവിടെയാണ്? ഒരു മനുഷ്യന്റെ സ്വർഗം ഇരിക്കുന്നത് എവിടെയാ? ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയിലാണ്. ഉമ്മയുടെ പാദസേവ ചെയ്തു കൊടുത്തിട്ടായാലും നീ സ്വർഗം നേടിയെടുത്തോ. 5 നേരം നമസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയവരെ, 5 നേരം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന മനുഷ്യ, നിന്റെ നമസ്കാരം അല്ലാഹുവിന്റെ മുന്നിലെത്തൂല. നിന്റെ ആരാധനകള്, നിന്റെ ഇബാദത്തിന്റെ ഓരോ ചൈതന്യങ്ങളും നിറഞ്ഞ ഇബാദത്തില്ലേ, അതൊക്കെ കെട്ടുപൊട്ടിച്ച പടച്ചവന്റെ മുമ്പിലേക്ക് പറഞ്ഞു വരുമ്പോ അത് അല്ലാഹുവിന്റെ മുന്നിലെത്തൂല കേട്ടോ. അവന്റെ ഉമ്മ അവനെ കൊണ്ട് പൊരുത്തപ്പെട്ടവനാണ്. ഉമ്മയ്ക്ക് പരാതിയില്ല, പരിഭവമില്ല എങ്കിൽ സഹോദരങ്ങളെ പടച്ചവന്റെ മുന്നിൽ സ്വീകരിക്കപ്പെടുന്നവനാണ്. ഇന്ന് മാതാപിതാക്കളോടുള്ള കടമകൾ പറയുമ്പോ, ഉമ്മയോടുള്ള ഉപ്പയോടുള്ള ബാധ്യതകൾ പറയുമ്പോ അതിനെ കുറിച്ച് ചിന്തിക്കാൻ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ലോകത്തിന്റെ നാനാഭാഗത്ത് കൂടുപോലെ കുമിഞ്ഞു വരുന്ന വൃദ്ധസദനങ്ങളില്ലേ, പ്രായമെത്തിയപ്പോ, പ്രായാധിക്യമാകുമ്പോ, എന്റെ ഉമ്മയൊരു ഭാരമാകുമ്പോ, എന്റെ പിതാവിന്റെ മുഖമെല്ലാം ചുക്കിച്ചൊളിഞ്ഞ് കാണാൻ കൊള്ളാത്ത, കാണാനുള്ള ഭംഗി നഷ്ടപ്പെട്ട അവസ്ഥ വരുമ്പോ, 30, 35, 40 വർഷം പോയി മണലാരണ്യത്തിൽ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട പിതാവില്ലേ, ആ പിതാവിനെ കൊണ്ടുപോയി കരിങ്കൽ ഭിത്തികൾക്കുള്ളിലേക്ക് നാണമില്ലാതെ വലിച്ചെറിയുമ്പോ, പൊന്നുപോലെ ഇവിടെ നീ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സ്വന്തം പിതാവ് നിനക്ക് ഭാരമാകുമ്പോ, സ്വന്തം ഉമ്മ നിനക്ക് ഭാരമാകുമ്പോ, അതിനാൽ നീ തന്നെ അനുഭവിക്കുകയാണ് ദുനിയാവില്.
ആഖിറത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കുന്നില്ല. ദുനിയാവിൽ തന്നെ അല്ലാഹു അതിന് ശിക്ഷ തരികയാണ്. അല്ലാഹു പറയുന്നു, അല്ലാഹു ജല്ല ജലാലുഹു വിളിക്കുന്നു മൂസാ കരീമുല്ലാഹിയോട് ഉണർത്തുന്നു വന്നിക്കലാമാ ദാവിദാക്കളെ വേണ്ടത് ദീർഘായുസാണതു കാരണം ലഭിക്കുന്നത്. അതുമാത്രമല്ലൊരു കുട്ടിയെയും അവന് ഞാൻ കൊടുക്കുന്നതാണ് അവനെപ്പോഴും ഗുണം ചെയ്യുവാൻ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, യാ മൂസാ, മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് മാതാപിതാക്കളെ കണ്ണീരിലാക്കിയിട്ട് പൊന്നു മൂസാ നബിയെ അനുയായികളോട് പറഞ്ഞു കൊടുത്തോ, എത്ര കൂമ്പാരം അമലുകൾ കെട്ടിവെച്ചിട്ടോ റമളാൻ മാസം മുഴുവനും അല്ലാഹുവിന് വേണ്ടി തലകുത്തിന് സുജൂദ് ചെയ്തിട്ടും പൊന്നു മനുഷ്യ അല്ലാഹുവിന്റെ മുന്നിലെത്തൂലെന്ന് മാത്രമല്ല വന്നിക്കലാമാ ദാവിദാക്കളെ വേണ്ടത് ദീർഘായുസാണതു കാരണം ലഭിക്കുന്നത്. വന്നിക്കലാ മാതാപിതാക്കളെ വേണ്ടത് ദീർഘായുസാണത് കാരണം ലഭിക്കുന്നത്. ഒരു മനുഷ്യന് ദീർഘായുസ് കിട്ടണമെന്നെങ്കിൽ മാതാപിതാക്കളെ ആദരിച്ചേ പറ്റൂ, അനുസരിച്ചേ പറ്റൂ, അവരോടുള്ള മഹത്വവും സ്നേഹവും പ്രകടിപ്പിച്ചേ മതിയാവും. അതില്ലാത്തിടത്തോളം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നിന്റെ പേരിന്റെ ചുറ്റുഭാഗത്ത് ചേർത്ത് വെക്കാൻ കുറച്ച് ഇംഗ്ലീഷ് മാലകൾ അക്ഷരങ്ങളായി കിട്ടിയപ്പോ അത് ഡിഗ്രി എന്ന് പറഞ്ഞ പേരിനോടൊപ്പം ചേർത്ത് വെക്കാൻ അല്ലാഹു ഭാഗ്യം തന്നപ്പോ, നിനക്ക് വിദേശ രാജ്യത്ത് പോയി കുറച്ച് പണം ഉണ്ടാക്കാനുള്ള അവസരം വന്നപ്പോ നിന്റെ പൊന്നു ഉപ്പയും ഉമ്മയും നിനക്ക് ഭാരമായി പോകുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുക, പൊന്നുമോനെ നിനക്ക് ദുനിയാവിൽ ഒരുപാട് ആയുസില്ല, ഒരുപാട് ആയുസില്ല, നീ ആയുസ് ചുരുക്കപ്പെടുന്നവനാണ്, പെട്ടെന്ന് ലോകത്തോട് വിട പറയുന്നവനാണ്. നിനക്ക് വേണ്ടി അതാ മഹ്ശറയുടെ കവാടം തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആഖിറത്തിന്റെ കവാടം ഖബറിലേക്കുള്ള പ്രയാണം എളുപ്പമാകുന്നതാണ്. മാത്രവുമല്ല, അതുമാത്രമല്ലൊരു കുട്ടിയെയും അവന് കൊടുക്കുന്നതാണ് അവനെപ്പോഴും ഗുണം ചെയ്യുവാൻ. എന്ന് പറഞ്ഞ് വളർത്തിയെടുക്കുന്ന പിഞ്ചോമന മക്കളുണ്ടല്ലോ, ആ മക്കളിതെല്ലാം കണ്ടുകൊണ്ടാ വളർന്നു വരുന്നത്. സ്വന്തം പിതാവിനോട് കാണിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുക. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ കൊണ്ടുപോയി വൃദ്ധസദനങ്ങളിലാക്കിയിട്ട് വരുമ്പോ ഈ കുട്ടിയുടെ മനസ്സിൽ അതല്ലയോ തെളിഞ്ഞു വരുന്നത്, അതല്ലയോ തെളിഞ്ഞു വരുന്നത്. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് പെരുമ്പാവൂരിനടുത്ത് എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്തൊരു പിതാവ് അയാളുടെ പിതാവിനെയും കൊണ്ടുപോവുകയാണ് കാറിന്റെ അകത്ത്. തന്റെ പൊന്നുമോൻ കാറിന്റെ മുൻസീറ്റിലിരിപ്പുണ്ട്. അതിന്റെ പിൻസീറ്റിൽ വൃദ്ധനായ നടക്കാൻ പോലും കഴിയാത്ത, മുഖമെല്ലാം ചുളുങ്ങി ശരീരമെല്ലാം വല്ലാതെ ഉറിഞ്ഞുപോയ ആ കൂടി പിടിച്ചുപോയ വാപ്പയില്ലേ, ആ വാപ്പാന്റെ കൈ പിടിച്ച് വാഹനത്തിന്റെ പിൻസീറ്റിൽ ഇരുത്തി കൊണ്ടുപോവുകയാണ്. ആലുവ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തൊരു വൃദ്ധസദനമുണ്ട്. ആ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവിടുകയാണ്. ഈ പൊന്നുമോൻ ഉപ്പാപ്പാന്ന് വിളിച്ച് കൈപിടിച്ച് കുട്ടിലം കൈപിടിച്ച് കളിച്ച കരങ്ങളാ, ആ കരങ്ങളുടെ കൈപിടിച്ച് കൊണ്ടുപോയി ആലുവയിലെ ഒരു വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി വിടുകയാണ്. അതിന്റെ ഓഫീസിൽ നിന്ന് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോ തൊട്ടടുത്തിരിക്കുന്ന പൊന്നോമന മകൻ ആ ഉപ്പാപ്പാന്റെ മുഖത്തേക്ക് ദീർഘനേരം നോക്കിയിരുന്നു. അവസാനം ഒപ്പിട്ട് കൊടുക്കാൻ അതിന്റെ ഉദ്യോഗസ്ഥര് പറഞ്ഞപ്പോ സ്വന്തം വാപ്പതന്റെ ഉപ്പാപ്പാനെ കൊണ്ടുവന്ന് വിടാൻ താനിരിക്കുന്ന വൃദ്ധസദനത്തിന്റെ ഓഫീസിലിരുന്ന് ഫോം വാങ്ങിച്ച് ഒപ്പിടുമ്പോ ആ ഒപ്പിടുന്നത് കണ്ടുകൊണ്ട് ആ പൊന്നുമോന്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ ഉപ്പാപ്പാന്റെ കൈപിടിച്ച് സലാം പറഞ്ഞകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഒരു ബാഗിൽ കുറച്ച് തുണികളുമായി കുറെ സാധനങ്ങളുമായി നോക്കാനുള്ള മടി കൊണ്ട് വല്ലാത്ത ഭാരമായി പോയപ്പോ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവിട്ടിട്ട് ആ പിതാവും മകൻ മടങ്ങി വരുമ്പോ ആ കാറിലങ്ങനെ മകൻ തിരിച്ചു വരുമ്പോ ആ കാറിന്റെ മുൻഭാഗത്ത് സീറ്റിൽ തന്റെ പൊന്നുമോൻ ഇരിക്കുകയാണ്. ഏതാണ്ട് 2-3 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോ മുൻ സീറ്റിലിരുന്ന് തന്റെ പൊന്നുമോൻ കുഞ്ഞു മകനാണ്, പിഞ്ചുമകനാ. അവൻ ഈ പിതാവിനോട് ചോദിക്കുകയാണ്, വാപ്പാ ഉപ്പാപ്പാനെ കൊണ്ടുപോയി നമ്മളൊരിടത്ത് വിട്ടു,
അവിടെ നോക്കിയപ്പോ ആ മകൻ നോക്കിയപ്പോ കുറെ വൃദ്ധന്മാരും വൃദ്ധകളുമാണ്. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു, ഉപ്പ വാപ്പ ഇതെന്താ ഇവിടെ? അപ്പൊ പറഞ്ഞു, വൃദ്ധരായ പ്രായമുള്ള ആളുകൾ ഉമ്മാക്കും വാപ്പാക്കും പിന്നെ മക്കൾക്ക് നോക്കാൻ കഴിയാതെ വരുമ്പോൾ കൊണ്ടുവിടുന്ന സ്ഥലമാണ് മോനെ എന്ന് ഈ കുഞ്ഞു മോനോട് പറഞ്ഞു. അത് മനസ്സിലിരിപ്പുണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഈ പിതാവ് ഉപ്പയോട് ഈ കുഞ്ഞു മോൻ ചോദിക്കുന്ന, വാപ്പ അപ്പൊ പ്രായമാകുന്നവരെയൊക്കെ കൊണ്ടുവിടുന്ന സ്ഥലമാണതല്ലേ? അതെ. ഉപ്പാപ്പാനെ പോലെ വാപ്പായാകുമ്പോ ഞാനും ഇവിടെ തന്നെയാണോ കൊണ്ടുവിടേണ്ടത്? അപ്പോഴാണ് ആ മകൻ ചിന്തിച്ചത്, അല്ലാഹുവേ, ഈ വാക്ക് വല്ലാതെ ഹൃദയത്തിൽ തട്ടി. കേട്ടപാടെ ആ പിതാവ് വാഹനം തിരിച്ചു, നേരെ ചെന്നു വൃദ്ധസദനത്തിലേക്ക്. ആ വൃദ്ധസദനത്തിൽ ഓഫീസിന്റെ മേശപ്പുറത്തിരുന്ന താൻ ഒപ്പിട്ട് കൊടുത്ത ഫോം വാങ്ങി വലിച്ചു കയറി കളഞ്ഞിട്ട് അകത്ത് കയറി തന്റെ പിതാവിന്റെ കൈപിടിച്ച് പാണ്ഡവമായി തിരിച്ചു വന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോ ആ പൊന്നുപോലൊരു വാക്കാണ് ആ പിതാവിന്റെ മനസ്സിനെ സ്വാധീനം ചെലുത്തിയത്. അറിയാത്ത 7 or 8 വയസ്സ് പ്രായമുള്ള ഒരു മകനാ ചോദിച്ചത്, വാപ്പ അപ്പൊ പ്രായമുള്ള ആളുകളൊക്കെ കൊണ്ടുവിടുന്ന സ്ഥലമാണിതല്ലേ? അപ്പൊ വാപ്പായോ അതേപോലെ എത്തുമ്പോ ഞാൻ ഇവിടെയാ കൊണ്ടുവിടേണ്ടത്? വഴി കാണിച്ചിരുന്ന വാപ്പാക്ക് സ്തോത്രം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പിതാവിന് സംഗതിയുടെ ഗൗരവം മനസ്സിലായത്. സഹോദരങ്ങളെ, അതുകൊണ്ട് വാപ്പയും ഉമ്മയും വല്ലാത്ത അനുഭവമാണ്. ഒരിക്കലും പിതാവ് ഒരു ഭാരമാകല്ലേ. ഉമ്മയോട് ഒരിക്കലും നീ വേർതിരിവ് കാണിക്കല്ലേ. ഉമ്മയുടെ കണ്ണുനീരുണ്ടല്ലോ, നിന്റെ ഉമ്മാന്റെ കണ്ണുനീരില്ലേ, അത് ദുനിയാവിൽ ഒരിക്കലും ഒന്നിനും പകരമാവില്ല. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ദുർനടപ്പിൽ വേദനിച്ചിട്ട് ഒരു ഉമ്മയുടെ കണ്ണുനീർ തുള്ളിയെങ്ങാനും കവിൾ തരങ്ങളിലൂടെ ഒലിച്ചിറങ്ങുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു പൊറുക്കൂല മോനെ. അതിന് സമാനമായി, അതിന് പകരമായി ദുനിയാവ് മുഴുവൻ നീ വാങ്ങി സദഖ ചെയ്താലും ചെറുപ്പക്കാരാ പകരമാവില്ല എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുമ്പോ, അല്ലാഹു കഴിഞ്ഞാൽ പുത്തുനബി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബാധ്യത ആരോടാ? പ്രിയപ്പെട്ട ഉമ്മയോടല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സഹാബി കടന്നു വന്ന പ്രവാചകനോട് എനിക്ക് ആരോടാണ് ഏറ്റവും വലിയ ബാധ്യത എന്ന് ചോദിച്ചപ്പോ അത് നിന്റെ ഉമ്മയാണ്. 3 പ്രാവശ്യം ഉമ്മയെ പറഞ്ഞു, 4ാമത് വാപ്പയെ പറഞ്ഞു. എന്തിനാണ് 3 പ്രാവശ്യം ഉമ്മയുടെ മഹത്വം പറഞ്ഞത്? എന്തിനാണ് 3 പ്രാവശ്യം ഉമ്മാനെ പുകഴ്ത്തി പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പ്രസവിച്ച ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവരാണേ. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണേ. വാപ്പയേക്കാൾ 3 പദവി ഉമ്മാക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ടും വൈകുന്നേരം കിട്ടുന്ന പൈസ എത്ര രൂപ കിട്ടി? 300 രൂപ കിട്ടി. 300 ഒന്നും ഇല്ലെങ്കിൽ പോലും 300 അല്ലെങ്കിൽ 400 രൂപ കിട്ടി. വീട്ടിൽ കൊണ്ടുവന്നാൽ 300 രൂപ ഉമ്മാക്കും കൊടുക്കണം, 100 രൂപ വാപ്പാക്കും കൊടുക്കണം. അപ്പൊ പ്രായമുള്ള ഉപ്പാപ്പന്മാർ ചിന്തിക്കുന്നത്, ഇതിനാണ് മുസ്ലിയാരെ ഉള്ളതും കൂടി ഇല്ലാതാക്കാനാണ് നിങ്ങൾ കടുവാപ്പള്ളി ഇവിടെ വന്നത്? എന്ത് ചെയ്യാനാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയാ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാക്ക് 3 പദവി കൂടുതലാണ്. അങ്ങനെ ഉമ്മാക്ക് കൊടുക്കണ പോലെ ഉപ്പാക്ക് തരണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഉമ്മ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഗർഭം ചുമക്കണം, പ്രസവിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച് അതിന്റെ വേദന സഹിച്ചാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? 2 വർഷം. സഹോദരിമാര് മനസ്സിലാക്കിക്കോ, മക്കളോടുള്ള ഇതുപോലെ സാഹചര്യം വരുമ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് പറഞ്ഞു തരാം. ഉമ്മയുടെ ഒരു വലിയ ബാധ്യതയാണ് മകനോട് അല്ലെങ്കിൽ മകളോട് 2 വർഷം പരിപൂർണമായും പാലുകൊടുക്കണം. നമ്മുടെ സഹോദരിമാരെങ്ങനെ ഇന്നിപ്പോ വാടക ഗർഭപാത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ നടിമാർക്കും തിരക്കുള്ളവർക്കും പ്രസവിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ വാടകയ്ക്ക് എവിടെയെങ്കിലും കിടന്ന ഒരുത്തിയുടെ വയറ് സ്വീകരിച്ച് അതിൽ ബീജം നിറച്ച് അണ്ടം നിറച്ച് അതിലൂടെ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ തന്റെ കുഞ്ഞായി മുത്തം കൊടുത്ത് വളർത്താൻ ആഗ്രഹിക്കുന്ന ദയനീയമായൊരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗർഭം ചുമന്നാ പോരാ, പ്രസവിച്ചാ പോരാ. ഖുർആൻ പറയുന്നു ഹൗലൈനി കാമിലൻ, പരിപൂർണമായി 2 വർഷം പരിപൂർണമായി നീ പാല് കൊടുത്തേ പറ്റൂ. ഇത് ഉമ്മയുടെ ബാധ്യതയാണ്. ഇത് 3-ാം മാസം എത്തുമ്പോഴേ സാധനം പിടിച്ചൊരു കുപ്പി
പിന്നെ ഉറങ്ങുമ്പോഴും അത് നിബിള് വായിൽ വേണം, പുറത്തു പോകുമ്പോഴും അത് വേണം. എപ്പോഴും ഇതില്ലാതെ കുഞ്ഞിന് ഉറക്കം വരികയില്ല. ഉമ്മയുടെ സ്വഭാവം കുട്ടിക്ക് വരണ്ടേ? ഉമ്മയുടെ സൽസ്വഭാവവും നല്ല ചിന്താഗതിയും നല്ല ജീവിതചര്യയും മക്കൾക്ക് വരണമെങ്കിൽ ഉമ്മയുടെ പാല് കുടിച്ചു വളരണം. ഈ കുട്ടികളെല്ലാം ഖുർആൻ പറഞ്ഞതുപോലെ ഉലായിക്കല്ലന്നാം, മദ്യപാനത്തിന്റെയും മദിരാക്ഷിയുടെയും പിന്നാലെ പോകുന്ന ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ പറഞ്ഞത് അവരെ കുറിച്ച് അവർ മൃഗതുല്യരാണ്. അല്ലല്ല, മൃഗങ്ങളെക്കാൾ അത് പതിച്ചവരാണ്. ഇവിടെ പശുവിന്റെ പാല് കുടിച്ചാൽ പശുവിന്റെ സ്വഭാവം വരും. ആടിന്റെ പാല് കുടിച്ചാൽ ആടിന്റെ സ്വഭാവം വരും. അപ്പൊ കുടിക്കുന്ന ഉള്ളിലേക്ക് പോകുന്നതിന്റെ സ്വഭാവമാണ് പുറത്തു വരിക. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നീ അല്ലാഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അല്ലാഹു നിനക്കൊരു കുഞ്ഞിനെ തന്നാൽ, ഒരു മോളെ തന്നാ ആ പൊന്നുമക്കൾക്ക് നീ 2 വർഷം പരിപൂർണമായി നീ പാല് കൊടുക്കണേ നിർബന്ധമാണ്. സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ ഉപ്പയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു ഉപ്പയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 1.5 വയസ്സുള്ള മോനാണ്, പാപ്പാടുത്ത് കൈ വെച്ചിരിക്കാൻ. അപ്പോഴാണല്ലോ മോട്ടർ ഓൺ ചെയ്തത്. സംഗതി പുറത്തു വന്നു മൂത്രം. അപ്പൊ വാപ്പ ഉടനെ എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മൾ മാർക്കം ചെയ്ത് നിൽക്കണമാതിരി തുണി പൊക്കി പിടിച്ച് നിൽക്കുള്ളൂ. കാരണം എന്താ? ഈ മൂത്രം മേത്ത് വീഴരുത്. അപ്പൊ ഉടനെ അകത്തുനിന്ന് പെണ്ണുപിള്ളെ വിളിച്ച് മക്കളെ വിളിച്ച് പെട്ടെന്ന് കൊടുക്കലാണ്. പിന്നെ എറിയലാണ്, ഉപേക്ഷിക്കലാണ്. പക്ഷേ സഹോദരങ്ങളെ, ഉമ്മ അനുഭവിച്ച വേദന എന്താ? ഉമ്മ അനുഭവിച്ച പ്രയാസം കേൾക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മയ്ക്ക് മഹത്വം കൊടുത്തത് വെറുതെയാണോ? रहमत बरस रही है, हर शे में ताजगी है, हर एक पर रहा है जहदामने मुराद. ഓ നബിയെ, എത്രയോ ഉമ്മയാ പഠിപ്പിച്ചത്. മദീനയുടെ മണവാളനെ, മദീനയുടെ മണിച്ചപ്പ്, പച്ചക്കുപ്പയുടെ മന്ദമാരുതനെ നബി മുഹമ്മദ് മുസ്തഫ അങ്ങ് ലോകത്തോട് പഠിപ്പിച്ചു. ഉമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ കാൽ ചുവട്ടിലാണ് നിന്റെ ഉമ്മ, നിന്റെ പൊന്നുമോന്റെ സ്വർഗം ഇരിക്കുന്നതെന്ന് പഠിപ്പിച്ച ആ പ്രിയപ്പെട്ട പൊന്നോമന മക്കളുണ്ടല്ലോ. ആ മക്കൾക്ക് നീ ചെയ്ത അവസ്ഥകളും ഓരോ ഹിദ്മത്തുകളും സേവനങ്ങളും അല്ലാഹു എടുത്തു പറയുകയാണ്. ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. ഒരു പെണ്ണിന്റെ ഗർഭാശയത്തേക്ക് ഒരു അണു കടന്നു വരുമ്പോ, ഒരു ഉപ്പാന്റെ മുതുകിൽ നിന്നൊരു അണു അങ്ങോട്ട് കടന്നു വരുമ്പോ, പിന്നീട് അങ്ങോട്ട് 10 മാസം എന്തോ ഒരു ദുരനുഭവമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനയുടെ തുടക്കം അവിടെ മുതൽ തുടങ്ങുകയാണ്. ഒന്നിരിക്കാൻ പറ്റുമോ? ഒന്ന് കിടക്കാൻ പറ്റുമോ? ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുമോ? എന്തോ ഒരു വേദനയാണ്. നടുവ് വേദന, വയറിന് വേദന, ശരീരം മുഴുവനും വേദനയാണ്. ആ ശരീരം താങ്ങി പിടിച്ചുകൊണ്ടല്ലേ പൊന്നുവാപ്പ നിനക്കവൾ ഭക്ഷണം ഒരുക്കുന്നത്. ഭർത്താക്കന്മാരെ, ഗർഭിണിയായ ഭാര്യയ്ക്ക് മുമ്പില് എന്ത് നന്മയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഭാര്യമാർ അനുഭവിക്കുന്ന പ്രയാസം എന്താ? ആ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് ഒരു തുണി എടുക്കുന്നു, അത് ചുമന്നുകൊണ്ട് ഒരു ഭക്ഷണം പാചകം ചെയ്യുന്നു. ഈ വേദനയെല്ലാം വല്ലാതെ അസഹനീയമാകുമ്പോ എവിടെയെങ്കിലും പോയി 10 മിനിറ്റ് കിടക്കാമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ. തീർന്നില്ലല്ലോ. 1-2 ദിവസമല്ല, 1-2 ദിവസമല്ല, 10 മാസക്കാലത്തോളം അവർ അനുഭവിക്കുകയാണ്. ഗർഭസ്ഥ ശിശു വയറ്റിൽ തുടക്കം കുറിച്ച അന്ന് മുതൽ ആ ഉമ്മാടെ വേദന തുടങ്ങുകയല്ലേ. അവരുടെ ദീനരോധനം കേൾക്കാൻ ആരാ ലോകത്തുള്ളത്? ആരാ കേൾക്കാനുള്ളത്? സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട ഉമ്മാനെ എങ്ങനെ മറക്കാൻ തോന്നുന്നടാ? ആ ഉമ്മാന്റെ വെള്ളത്തല്ലയോ നീ ചകാലി കൊണ്ട് ചവിട്ടുന്നത്? ആ ഉമ്മാന്റെ മുഖത്തേക്കല്ലയോ നീ കാർക്കിച്ചു തട്ടുന്നത്? ആ ഉമ്മാന്റെ മുഖത്തേക്കല്ലയോ നീ വല്ലാതെ വികാരാധീതനായി പെരുമാറുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രസവിച്ചു കഴിഞ്ഞാലോ സുബ്ഹാനല്ലാഹ്, മരണവേദനയേക്കാൾ വലിയ വേദനയല്ലേ പ്രസവത്തിന്? അത് മറക്കുമമ്മ. ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ പ്രസവത്തിന്റെ വേദന മരിക്കുമ്പോഴും മറക്കാൻ പറ്റുമോ? ആർക്കാണത് മറക്കാൻ പറ്റുക? ആർക്കാണത് മറക്കാൻ പറ്റുക? ആ ഉമ്മയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുത്താ മതിയാകും? സുബ്ഹാനല്ലാഹ്,
ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ചെറുപ്പ കാലഘട്ടത്തിൽ മടിയിൽ കിടത്തുന്ന പൊന്നു മക്കളെന്ന് കാഴ്ചിച്ചാലെന്ന് മൂത്രമൊഴിച്ച ആ മകനോടൊരിക്കലും നശിച്ചവനേ എന്നൊരുമ്മയും പറയാറില്ലല്ലോ. ആ മകനോടൊരിക്കലും ദേഷ്യത്തോട് പെരുമാറാറില്ലല്ലോ. ആ പൊന്നുമോനെ അപ്പോഴും വാരിയെടുത്ത് ചുംബനം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കണ്ടോ, നിനക്കുള്ള പുഞ്ചിരി കണ്ടതാരസിക്കുന്നതാ, ഒലിക്കുന്ന ചുണ്ടിൽ തന്നെ വർമോത്തുന്നതാ, അവർക്കുള്ള നെഞ്ചും മെത്തപ്പോൾ വിരിച്ചിട്ടതാ, നീ എത്ര കാലമത് കിടന്നു സുഖിച്ചതാ, മാർവിടത്തിൽ കിടന്ന് നീ എത്രയോ കാലം സുഖിച്ചതാ, എത്രയോ കാലം നീ രസമനുഭവിച്ചതാ, നിനക്കുള്ള പുഞ്ചിരി കണ്ടവർ രസിക്കുന്നതാ. കട്ടിലിൽ കിടക്കുന്ന തൊട്ടിലിൽ കിടക്കുന്ന പൊന്നുമോനും നീ ചിരിക്കുമ്പോ ആ ചിരി കണ്ടിട്ട് വല്ലാതെ സന്തോഷിക്കുന്നവളല്ലേ ഉമ്മ. ഒലിക്കുന്ന ചുണ്ടിൽ തന്നെ വർമുത്തുന്നതാ, ആളുവാ ഒലിച്ചുകൊണ്ടിരിക്കുന്ന വായിൽ നിന്ന് ഉമിനീർ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആ ചുണ്ടിലേക്ക് ഒരു കഠിനമില്ലാതെ ഒരു വെറുപ്പില്ലാതെ മുത്തുന്നവരല്ലേ ഉമ്മ. മാത്രവുമല്ല അവർക്കുള്ള നെഞ്ചും മെത്തപോൽ വിരിച്ചിട്ടതാ, നീ എത്ര കാലമത് കിടന്നു സുഖിച്ചതാ. ആ ഉമ്മ അവസാനം നിനക്കൊരു ഭാരമായി പോയോ മോനെ? ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ തോന്നുന്നടാ? മാറി നിക്ക് തള്ളേന്ന് പറഞ്ഞിട്ട് മദ്യപിക്കാൻ പൈസ കൊടുക്കാത്തതിന്റെ പേരില്, തനിക്ക് തന്നിഷ്ടം കാണിക്കാനും ധാരാളിത്തം കാണിക്കാനും പണം കൊടുക്കാത്തതിന്റെ പേരില് ആ ഉമ്മാനെ ചവിട്ടി മലർത്താൻ എങ്ങനെയാ ചെറുപ്പക്കാരാ മനസ്സ് വരുന്നത്? ഇല്ല, അല്ലാഹു പൊറുക്കൂല കേട്ടോ. ഒരു വാക്കിന് പകരമായി ദുനിയാവിൽ നീ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം സദഖ ചെയ്താലും പകരമാവില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു സംഭവം പറഞ്ഞു തരികയാണ്. പ്രവാചകൻ ഒരു സംഭവം പറഞ്ഞു തരുന്നു. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ എല്ലാ ദിവസവും മദ്യപിച്ചാണ് വീട്ടിൽ വരിക. ഒരു ദിവസം വൈകുന്നേരം, അതും ഒരു റമളാനിന്റെ ആദ്യ ദിവസം, റമളാനിന്റെ ആദ്യ ദിവസം മദ്യപിച്ച് ലെക്ക് കെട്ട് അയാൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഇത് കണ്ടപ്പോ ഉമ്മ ശകാരിച്ചുണ്ട. റമളാൻ മാസമാണ്, ശവ്വാല് കഴിഞ്ഞു, ശഅബാൻ കഴിഞ്ഞു, റമളാനിന്റെ തുടക്കമാണ്. ആളുകളെല്ലാം പള്ളിയിലേക്ക് ഒഴുകുമ്പോ, ആളുകളും ചെറുപ്പക്കാരും തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോകുമ്പോ നീ ഇങ്ങനെ കള്ളം കുടിച്ച് നടക്കാണോ? ഉമ്മ വല്ലാതെ ശകാരിച്ചു. ഈ ശകാരം കേട്ടപ്പോ മദ്യപിച്ച് ലെക്ക് കെട്ടുപോയ, മസ്തിഷ്കം മരവിച്ചു പോയ ആ മനുഷ്യൻ, ബനൂ ഇസ്രായേൽ എന്ന് പറഞ്ഞ സംഭവമാണ്, തന്റെ ഉമ്മയെ വല്ലാതെ അടിച്ചു. മുഖത്തും ശരീരത്തും വയറ്റത്തും ഒരുപാട് ഉപദ്രവിച്ചു. അവസാനം ഈ ഉമ്മയെ കൊണ്ടുപോയി ഒരു റൂമിനകത്തിട്ട് പൂട്ടി. അവിടെ കിടക്ക് തള്ളയെന്ന് പറഞ്ഞ അതിനകത്തിട്ട് പൂട്ടി. എന്നിട്ടോ ഓലപ്പുരയാണ്, പുറത്തു നിന്ന് ഓലപ്പുരയ്ക്ക് തീയും കൊടുത്തു. സഹോദരങ്ങളെ, ആ ഓലപ്പുര ചുട്ടുകരിച്ചു. അതിനകത്ത് കിടന്ന ഉമ്മ വല്ലാതെ ദീനരോധനം വലിച്ചു, വല്ലാതെ ശ്വാസം വലിച്ചു മരണത്തോട് മല്ലിടുകയാണ്. ആ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന അനുഭവം വല്ലാത്തൊരു അനുഭവമല്ലേ? ആരാണിത് ചെയ്തത്? ആരാണ് എന്നോടിത് ചെയ്തത്? ആ കട്ടിലിനകത്ത് കിടന്ന് ബന്ധനസ്ഥയായ ഉമ്മ കരിയുമ്പോ, കരിക്കട്ട പോലെ ആകുമ്പോ ശരീരം മുഴുവനും അതാ കരിഞ്ഞു പോവുകയാണ്. പക്ഷേ ഉള്ളു വെന്തിട്ടില്ല, ഉള്ളു മരിച്ചിട്ടില്ല, മരിക്കാതെ മരിക്കുകയാണ്. സഹോദരങ്ങളെ, രാവിലെ വരെ ഏതാണ്ട് ഉന്മപ്രഭാതം വരെ ആ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയെ കിടത്തി പൂട്ടിയ ആ റൂമിന് തീ വെച്ചിട്ട് പുറത്തു നിന്ന് വല്ലാതെ കൈകൊട്ടി രസിക്കുകയാണ്, ചിരിക്കുകയാണ്. മദ്യത്തിന്റെ ലഹരിയെല്ലാം വിട്ടുപോയപ്പോ, മദ്യത്തിന്റെ ലഹരിയെല്ലാം മാറിപ്പോയപ്പോ അയാൾ എഴുന്നേറ്റ് വന്ന് തന്റെ ഭാര്യയോട് സംസാരിക്കാൻ, കതക് തുറക്കാൻ പറഞ്ഞപ്പോ ആ ഭാര്യ ചോദിച്ചു, പൊന്നുമോനെ, നീ ആരോടാണ് ഈ അതിക്രമം കാണിച്ചത്? കരിഞ്ഞ് കടിക്കട്ട പോലെ കിടക്കുന്നല്ലോ നിന്റെ ഉമ്മ. നിന്നെ മാറത്തിട്ട് എത്രയോ നാളെ താരോട്ടിയതാണടാ. നിന്റെ ഉമ്മാനെ നീ വല്ലാതെ കരിച്ചു കളഞ്ഞല്ലോ. അപ്പോഴാണ് മനസ്സിന് സ്വബോധം തിരിച്ചു കിട്ടിയത്. നേരെ ചെന്നപ്പോൾ ഉമ്മയതാ ആ കരിക്കട്ട പോലെ ഉള്ളുവേകാതെ ശരീരം മുഴുവനും പഴുത്ത് പൊള്ളിപ്പോയ ആ ഉമ്മയുടെ നിലവിളി കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത വേദന വന്നുപോയി. അയാൾ അകത്ത്
അകത്തുപോയ സഹോദരങ്ങളെ ഒരു കത്തി എടുത്തുകൊണ്ട് വരികയാണ്. തന്റെ ഉമ്മാടെ മുമ്പിൽ വെച്ച് അല്പം ജീവൻ മാത്രം ബാക്കി നിൽക്കുന്ന ഉമ്മാടെ മുമ്പിൽ വെച്ച് ആ ചെറുപ്പക്കാരൻ തന്റെ വലത് കൈ വെട്ടിമുറിക്കുകയാണ് സ്വന്തമായി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ ഞാൻ ചെയ്തത് എത്രയോ വലിയ പാതകമാണെന്ന് പറഞ്ഞ് തന്റെ വലത് കൈ വെട്ടിമുറിച്ച് തന്റെ ഉമ്മാടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോ ഇനിയെങ്കിലും അല്ലാഹുവേ എനിക്ക് മാപ്പ് തരണേ എന്ന് ദുആ ചെയ്യുകയാണ് കണ്ണുനീരോടെ. തന്റെ ഉമ്മയാണല്ലോ തന്റെ മുമ്പിൽ കിടന്നീ വ്യസനിക്കുന്നത്, വേദനിക്കുന്നത്, പ്രയാസപ്പെടുന്നത്, മോനെ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. ഞാൻ എന്ത് വൃത്തികേടാ ചെയ്തത്, അല്ലാഹുവേ മാപ്പാക്കണേ എന്ന് പറഞ്ഞ് ഇയാൾ വല്ലാതെ പൊട്ടിക്കറിയുമ്പോ അതാ ശരീരം കേൾക്കുകയാണ് ആകാശലോകത്ത് നിന്നൊരു ശബ്ദം വരികയാണ്. യാ മൽഊൻ, എടാ ശപിക്കപ്പെട്ടവനെ, നിന്റെ ഉമ്മയുടെ കണ്ണുനീരിന് പകരമാകുമോടാ നിന്റെ ഒരു കൈത്തണ്ടയെന്ന് ആകാശലോകത്ത് നിന്നൊരു അശരീരി വരുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ വല്ലാതെ വേദനിച്ചു പോയി. അവസാനം ആ ഉമ്മാടെ മുമ്പിൽ പോയി ആ പൊന്നുമോൻ നിലവിളിക്കുകയാണ്, എനിക്ക് പൊറുക്കണേ ഉമ്മ, അറിയാതെ ചെയ്തു പോയതാണ്, എന്ത് പ്രായശ്ചിത്തമാണോ ഞാനത് ചെയ്യാൻ തയ്യാറാ, അതുകൊണ്ട് മാപ്പാക്കണേ ഉമ്മ. എന്റെ സഹോദരങ്ങളെ, ആ ഉമ്മ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ ഉമ്മാടെ മാതളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മനസ്സിന്റെ മുമ്പിൽ ആർക്കാണ് പകരം വെക്കാൻ പറ്റുക? കരിക്കട്ട പോലെ ശരീരം വെണ്ണീറായി പോയ ഉമ്മ തന്റെ മുമ്പിൽ വന്ന് വല്ലാതെ ക്ഷമ ചോദിക്കുന്ന മകനോട് ആ ഉമ്മ പറയുന്നു, മോനെ എന്നോട് നീ ചെയ്ത ക്രൂരതയെല്ലാം ഞാൻ പുറത്തു തരാം, എന്നോട് നീ ചെയ്ത എല്ലാ പരിഭവങ്ങളും ഞാൻ പുറത്തു തരാം, എന്നെ കരിക്കകത്തിട്ട് തീക്കകത്തിട്ട് കരിച്ചതും ഞാൻ പുറത്തു തരാം, എന്നെ പട്ടിണിക്കിട്ടതും പുറത്തു തരാം, എന്നെ വല്ലാതെ വേദനിപ്പിച്ചതും എന്റെ അടിവയറിന് ചവിട്ടിയതുമെല്ലാം ഞാൻ പുറത്തു തരാമടാ. പക്ഷേ പൊന്നുമോനെ എന്റെ മുമ്പിൽ വെച്ചും നിന്റെ വലത് കൈ നീ തന്നെ വെട്ടിമുറിച്ചല്ലോ, അതെനിക്ക് താങ്ങാൻ കഴിയില്ലടാ. സഹോദരങ്ങളെ, ശരീരം വല്ലാതെ ഉരുകി ഒലിച്ചിറങ്ങുമ്പോ ആ സമയത്ത് ഉമ്മാടെ ദീനരോധനമാണ്, അല്ലാഹുവേ എന്റെ മോന്റെ കൈ നീ തിരിച്ചു കൊടുക്കണേ അല്ലാ. എന്റെ മുമ്പിൽ വെച്ചവൻ അവന്റെ കൈ അവൻ സ്വന്തമായി വെട്ടിമുറിക്കുകയാണ്, അവൻ മുറിച്ചെടുക്കുകയാണ്, അതെനിക്ക് താങ്ങാനുള്ള കഴിവില്ല അല്ലാ. സഹോദരങ്ങളെ, ഉമ്മയുടെ മനസ്സെന്താ? ഈ ഉമ്മയല്ലേ നമുക്കൊരു ഭാരമായി തോന്നുന്നത്, ആ വാപ്പയല്ലേ നമുക്കൊരു ഭാരമായി തോന്നുന്നത്. അള്ളാന്റെ പ്രവാചകൻ പറയുന്നു, നിന്നിച്ചവർക്കിതിനൊക്കെയും നക്സാണേ, വയസ്സും ചുരുങ്ങും മക്കളും എതിരാണേ. മാതാപിതാക്കളോട് വല്ല ക്രൂരതയും കാണിച്ചാൽ, എതിര് കാണിച്ചാൽ അവരെ ഒരു ഭാരമായി നിനക്ക് തോന്നുന്നുവെങ്കിൽ ഒന്നാമത്തെ ശിക്ഷ അള്ളാന്റെ പ്രവാചകൻ പറയാണ്, അത് ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിൽ വെച്ച് തന്നെ വെറുപ്പിച്ച ശിക്ഷയും തൽക്ഷണം കൊടുക്കുന്നതാണ്. മാതാപിതാക്കളുടെ കണ്ണുനീർ അത് നിമിഷ നേരം കൊണ്ട് അള്ളാഹു സ്വീകരിക്കും. മാത്രവുമല്ല അള്ളാന്റെ പ്രവാചകൻ പറയുന്നു, മൗത്തിന് മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാണ്. മരിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളെ വിഷമിപ്പിച്ചതിന്റെ ആയാലും സന്തോഷിപ്പിച്ചതിന്റെ ആയാലും അതിന്റെ സന്തോഷം അനുഭവിച്ചിട്ട് ദുനിയാവിൽ നിന്ന് പോകാം. ഉമ്മയോ ഉപ്പയോ നമ്മളെ കുറിച്ച് വല്ല പരാതി പറയുന്നുവെങ്കിൽ, വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരവസ്ഥയാണുള്ളതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദുനിയാവ് നമുക്ക് രക്ഷയില്ല, ആഖിറവും രക്ഷയില്ല. മാതാപിതാക്കൾ ഒരു നിധിയായി അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ഞങ്ങളെ അടുത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ ഞാൻ പ്രസംഗത്തിന് പോയപ്പോൾ ആ നാട്ടിലെ പ്രഗത്ഭനായ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി പോയി. വലിയ ഹാജിയാരാണ്, വലിയ സമ്പന്നനാണ്, മക്കളെല്ലാം വലിയ ഉദ്യോഗസ്ഥരും വലിയ നിലവാരത്തിൽ കഴിയുന്നവരുമാണ്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് കാണാൻ ആ മഹലിൽ ചെന്നപ്പോൾ മഹലിന്റെ കമ്മിറ്റിക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. നോക്കുമ്പോ ഒരു ഏക്കറിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുള്ള സ്ഥലമാണ് തൃശ്ശൂർ ജില്ല. പെരിങ്കുളമൊന്നുമല്ല. നമ്മൾ വിചാരിക്കും ഒരു ഇന്നോവ കാർ എടുത്തപ്പോൾ പെരിങ്കുളത്ത് നമ്മൾ വലിയ കേമനാണ്. ഇങ്ങ് എത്തിയിട്ടില്ല. എത്രയോ വലിയ സമ്പന്നർ, കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നർ, ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ തൃശ്ശൂർ ജില്ലക്കാരാണ്.
ആ തൃശ്ശൂർ ജില്ലയിലെ സാമാന്യം നല്ല സാമ്പത്തിക സ്രോതസ്സുള്ള സാമ്പത്തിക ശേഷിയുള്ള ഈ ഹാജിയാരുടെ വീട് 1 ഏക്കർ വിശാല വിസ്തൃതിയിൽ കഴിയുന്ന ആ ഒരു വലിയ കൊട്ടാരം 3 നില വീടാണ്. ഈ 3 നില വീടിന്റെ മുൻഭാഗം മുഴുവനും പുൽത്തകിടികളും പച്ച തോപ്പുകളും അതേപോലെ മനോഹരമായ രീതിയിൽ നല്ല ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് ഗേറ്റ് കീപ്പർ ഉണ്ട്. ഞങ്ങൾ ചെന്ന് അയാളോട് സംസാരിച്ചു. ഞങ്ങൾ ഹാജിയാരെന്ന് കാണാൻ വന്നതാണ്. 2 മക്കളാണ്. ഈ 2 മക്കളും ലണ്ടനിലാണ്. അവരുടെ കുടുംബം നാട്ടിലുണ്ട്. വലിയ ജോലിക്കാരും ഉദ്യോഗസ്ഥരും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരുമാണ്. സഹോദരങ്ങളെ, ഞങ്ങളെ കൊണ്ടുപോകുന്ന വഴിയിൽ ഞങ്ങളെയും കൊണ്ട് പോകുന്ന സംഘാടകർ പറയുന്നുണ്ട്, ഉസ്താദേ, നമ്മൾ പോകുന്ന ഹാജിയാർ വളരെ കഷ്ടത്തിൽ ജീവിച്ച ആളാണ്, വളരെ പ്രയാസത്തിൽ ജീവിച്ച ആളാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം വലിയ സമ്പന്നൻ, അള്ളാഹു അനുഗ്രഹിച്ച് ഒരുപാട് പൈസയൊക്കെയായി നല്ല സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി. അൽഹംദുലില്ലാഹ് അദ്ദേഹം 34 വർഷം പ്രവാസ ജീവിതം അനുഭവിച്ചു തന്റെ മക്കൾക്ക് വേണ്ടി. ഒരുപാട് പ്രയാസപ്പെട്ടതാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. മക്കളെ വളർത്താനും മക്കളെ പോറ്റാനും മക്കളെ സംരക്ഷിക്കാനുമാണ് അയാളുടെ ജീവിതം നശിപ്പിച്ചത്. പക്ഷെ ആ മക്കൾക്ക് ഇന്ന് അയാളെ വേണ്ട. അങ്ങനെ ഞങ്ങൾ ആ വലിയ കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് കയറി ചെന്നു. ഞങ്ങൾ ചോദിച്ചു, വാപ്പായെന്ന് കാണാൻ എവിടെയാണ്? അപ്പൊ ഞങ്ങളെ വിളിച്ചങ്ങ് പുറകിൽ കൊണ്ടുപോയി. ആണുങ്ങൾ ആരുമില്ല, ഗേറ്റ് കീപ്പറാണ്. ഏറ്റവും ബാക്കിൽ കൊണ്ടുപോയി ആ വലിയ കൊട്ടാരത്തിന്റെ പുറകിൽ പട്ടിക്കൂട് പോലെ ഒരു ചെറിയ വീട്, ഒറ്റ മുറിയുടെ ഒരു ചെറിയ വീട്. ആ ഒറ്റ മുറിയുടെ ചെറിയ വീട്ടിൽ അതിന്റെ ഡോറ് താഴെ വെച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കാണണം, പള്ളിയിലെ ഇമാമുണ്ട്, ഖത്തീബുണ്ട്, അതേപോലെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പ്രഗത്ഭരായ ആളുകളായതുകൊണ്ടാണ് കാണിച്ചില്ലെങ്കിൽ തുറന്ന് കാണിക്കുന്നില്ല. പൂട്ട് തുറന്നു. ഞങ്ങൾ അകത്തേക്ക് വിളിച്ചു. ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ബൾബ് പോലും ഇട്ടിട്ടില്ല. ഒരു ട്യൂബോ ഒരു വെളിച്ചമോ അതിനകത്തില്ല. ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്, ചെറിയ വിളക്ക്. സഹോദരങ്ങളെ, ആ മനുഷ്യൻ ഒരേ കിടപ്പാണ്. ആരെയും മനസ്സിലാവുന്നില്ല. ശരീരം മുഴുവനും പുഴുത്ത് അടർന്ന് വല്ലാത്ത വികൃതമായി കിടക്കാണ്. അപ്പൊ ഞങ്ങളെ കണ്ട അയാള് വല്ലാതെ പരിഭവം പ്രകടിപ്പിച്ചു. ഞങ്ങളയാളെ സമാധാനിപ്പിച്ചു. നോക്കുമ്പോ അയാൾ സങ്കടപ്പെട്ടുകൊണ്ട് വല്ലച്ചാതിയും എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പറയും. അയാൾ പറഞ്ഞൊപ്പിച്ചു, ഉസ്താദേ, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ മണലാരണ്യത്തിൽ മാറ്റിവെച്ചതാണ്. അവസാനം ഞാൻ 35-36 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എനിക്കാകെ ബാക്കിയുണ്ടായിരുന്നത് കുറച്ച് രോഗങ്ങൾ മാത്രമാണ്. എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു, വലുതാക്കി. പക്ഷേ അവർക്കിന്ന് ഞാനൊരു ഭാരമാണ്. എന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത് അവരുടെ വലിയ വലിയ നിലവാരത്തിലുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ കാണാൻ വരുമ്പോൾ ഞാനൊരു ഭാരമായി, അവർക്കൊരു പ്രയാസമായി. അതുകൊണ്ട് എന്നെ വിട്ടിരിക്കുകയാണ്. അള്ളാഹു എന്നെ മരിപ്പിക്കുന്നുമില്ല, ജീവിപ്പിക്കുന്നുമില്ല. ഇങ്ങനെ എന്തൊരു പരീക്ഷണം എന്ന് പറഞ്ഞ ആ പിതാവ് ഞങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയുകയാണ്. സഹോദരങ്ങളെ, ഒരു പെണ്ണിനെ നിർത്തിയിട്ടുണ്ട്. ഒരു 50-55 വയസ്സുള്ള ഒരു സ്ത്രീയെ. അവർക്ക് ആ ഉപ്പാക്ക് ഖിദ്മത്ത് ചെയ്യാൻ, വസ്ത്രമൊക്കെ അലക്കി കൊടുക്കാൻ. അവസാനം ആ ഹാജിയാര് പറയുകയാണ്, ഞാൻ സുഖമില്ലാതെ കിടന്നിട്ടും മാസങ്ങളായി. ഞാൻ ഇച്ചിരി വെള്ളമോ ഒന്നിലധികം വെള്ളമോ ഭക്ഷണമോ ചോദിച്ചാൽ അവിടെ കിടകളവാ നിന്നോട് എന്റെ മക്കളേൽപ്പിച്ച വേലക്കാരി പറയുമ്പോ ഞാൻ ചിന്തിച്ചു പോയി, അല്ലാഹുവേ, 36 വർഷം ഞാൻ മണലാരണ്യത്തിൽ സഹിച്ചത് എന്തിന്? ആർക്ക് വേണ്ടി? സഹോദരങ്ങളെ, അള്ളാന്റെ പ്രവാചകൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാതാവിന്റെ പിതാവിന്റെ മനസ്സിന്റെ വേദനയുണ്ടല്ലോ, അതിന് പകരം വെക്കാനും അതിന് പകരം വീട്ടാനും പരിഹാരം കാണാനും ദുനിയാവിൽ അള്ളാഹു ഒരു 100 ആയുസ് കൂടി തന്നാലും പകരമാവില്ല. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമ്മ വന്ന് വിളിക്കുന്നതെങ്കിലും ആ നമസ്കാരത്തിൽ നിന്ന് കൈയടിച്ചിട്ട് ഉമ്മാക്ക് വിളി കേൾക്കണേ എന്ന് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അത് മാത്രമല്ല, ജവാബു നീ നൽകാതെ വന്നാൽ സുമശക്തിടും വല്ലാതെ. അത് മാത്രമല്ല, ജവാബു നീ നൽകാതെ
വന്നാൽ മശക്കത്തെത്തിടും വല്ലാതെ. സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മകനോ ഒരു ഉമ്മ വന്ന് വിളിക്കുകയാണ്. നമസ്കാരത്തിൽ നിന്ന് കൈയടിച്ചിട്ടും വിളിക്ക് ഉത്തരം നൽകിക്കോ, അല്ലെങ്കിൽ നിനക്ക് വല്ലാത്ത പ്രയാസം നേരിടുമെന്ന് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, അറിയില്ലേ ജുറൈജിന്റെ കഥ? അറിയില്ലേ ജുറൈജിന്റെ കഥ? നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് കടന്നു വരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന പ്രാമാണികമായ സംഭവമാണ്, ഹദീസാണ്. സഹോദരങ്ങളെ, ജുറൈജ് എന്നൊരു വലിയ മനുഷ്യനാണ്, വല്ലാത്തൊരു മനുഷ്യനാ. അള്ളാഹ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു സൂഫിവര്യനായ മനുഷ്യനാ. സഹോദരങ്ങളെ, ഒരു വലിയ ഗ്രാമത്തിൽ ഒരു വലിയ വീട്ടിൽ ജനിച്ച മനുഷ്യൻ ജുറൈജ് ഏതോ ഒരു വനത്തിന്റെ നടുവിൽ പോയി ഒരു ആശ്രമം കിട്ടി. ആ ആശ്രമത്തിനകത്തിരുന്ന് ഒരുപാട് ആരാധിക്കുകയാണ്, സുജൂദിലാണ്. ജുറൈജിന് എപ്പോഴും നമസ്കാരമാണ്, ഇബാദത്താണ്, എപ്പോഴും ദിക്റാണ്. അല്ലാഹു വല്ലാത്തൊരു ചിന്ത ജുറൈജിനില്ല. ഔലിയാക്കൾപ്പെട്ട ഒരു മനുഷ്യനാ ജുറൈജ്. പക്ഷെ പൊന്നുമോനെ കാണാ, ആ ഉമ്മ എല്ലാ ദിവസവും വരും ഈ ആശ്രമത്തിൽ. ഒരു ദിവസം വന്നു, ആശ്രമം അടച്ചിട്ടിരിക്കുകയാണ്. പുറത്തു നിന്നുകൊണ്ട് മകനെ വിളിച്ചു, മോനെ ജുറൈജ്, മോനെ ജുറൈജ്. മറുപടിയില്ല. ഉമ്മ തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസവും വന്നു, മകൻ നമസ്കാരത്തിലാണ്, മകനകത്ത് നമസ്കാരത്തിലാണ്. രണ്ടാമത്തെ ദിവസവും ഉമ്മ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജ്, മോനെ ജുറൈജ്, ഒന്ന് വിളി കേൾക്കടാ, ഒന്നിറങ്ങി വാടാ, ഞാനൊന്ന് നിന്നെ കാണട്ടെ. ആ സമയത്തും ജുറൈജ് മറുപടി കൊടുത്തില്ല, നമസ്കാരത്തിലാണ്. മൂന്നാമത്തെ ദിവസവും ഇതേപോലെ ആവർത്തിച്ചപ്പോ അകത്ത് നിന്ന് ജുറൈജിന് മറുപടി കൊടുക്കാൻ കഴിയാതെ നമസ്കാര സമയത്താണ് ഉമ്മ വിളിക്കുന്നത്. ദേഷ്യം വന്ന ആ ഉമ്മ അവസാനം പറഞ്ഞു പോയി. ആ ഉമ്മ അവസാനം പറഞ്ഞ വാക്കെന്തെന്നറിയോ? ലാ അമാതകല്ലാഹു ഹത്താ തൻദുറ ഫീ വുജൂഹിൽ മുമിസാ. വിചാരിയെ കണ്ടിട്ടല്ലാതെ അള്ളാഹു നിന്നെ മരിപ്പിക്കാതിരിക്കട്ടടാ. ഒരു ഉമ്മയുടെ മനസ്സ് നിറഞ്ഞ വേദനിക്കുന്നൊരു വാക്ക്. സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അപകടകരമായ ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ചില ഉമ്മമാര് പറഞ്ഞു പോകും, നീ ഗുണം പിടിക്കത്തില്ലടാ. അത് വല്ലാത്ത വാക്കാണ്, അതൊരു വല്ലാത്ത വാക്കാണ്. അതിന് പകരമില്ല, അതിന് പരിഹാരവുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഉമ്മ പറഞ്ഞാൽ, പക്ഷെ ഈ കാലഘട്ടത്തിൽ ബഹുഭൂരിഭാഗം ഉമ്മമാരും അത് പറയാറില്ല. മക്കളോട് വലിയ വാത്സല്യവും സ്നേഹവും പറയാറില്ല. പക്ഷെ പറയണ്ട, ഒരു ഉമ്മയുടെ മനസ്സിന്റെ വേദന കണ്ണൊന്ന് നിറഞ്ഞു പോയാൽ അത് മതി. എന്റെ പ്രിയപ്പെട്ട പൊന്നോമന മക്കളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോട്, സഹോദരിമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ. മാറത്തിട്ട് വളർത്തിയെടുത്ത് താരാട്ടി താലോലിച്ചു കൊണ്ടുവന്ന പ്രിയപ്പെട്ട മക്കൾ, അവസാനം പ്രിയപ്പെട്ടവരെ, തൊലിവെളുത്ത ഒരു ചെറുപ്പക്കാരൻ ചിരിച്ചു കാണിക്കുമ്പോ, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ കാണുമ്പോ ഉമ്മാനെ മറന്നു പോകുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് എവിടെയാ ശാന്തി വെച്ചിരിക്കുന്നത്? എവിടെയാ സമാധാനം വെച്ചിരിക്കുന്നത്? ഇല്ല കേട്ടോ. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടി ഉമ്മാടെ മനസ്സ് വെറുപ്പിച്ച് വേദനിപ്പിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട, ഒരിക്കലും അങ്ങനെ കരുതണ്ട. ജുറൈജ് മറുപടി പറയാൻ പറ്റിയില്ല. അവസാനം പറഞ്ഞു, ലാ അമാതകല്ലാഹു ഹത്താ തൻദുറ ഫീ വുജൂഹിൽ മുമിസാ. നീ ഒരു വേശ്യയെ കണ്ടിട്ടല്ലാതെ മരിക്കൂലടാ. കാരണം ഈ ഉമ്മ നിന്നെ കാണാൻ 3 ദിവസം ഉമ്മ വിചാരിച്ചത് എന്താണ്? എന്ന് ഞാനാണെന്ന് അറിഞ്ഞിട്ട് അവൻ ഇറങ്ങി വരാതിരിക്കുന്നതാണ്. ജുറൈജിന്റെ കയ്യിൽ തെറ്റില്ല. പക്ഷേ എങ്കിലും ഒരു ഉമ്മാടെ മനസ്സിന്റെ ദുആ, മനസ്സിന്റെ വിഷമം അല്ലാഹു സ്വീകരിച്ചു. സഹോദരങ്ങളെ, പിന്നീട് ആ നാട്ടിലെ സുന്ദരിയായ ഒരു പെണ്ണ് ജുറൈജിനെ സ്നേഹിച്ചു, പ്രേമിച്ചു, പ്രണയിച്ചു. ജുറൈജ് നിന്നുകൊടുത്തില്ല. പല പ്രാവശ്യം ഉദു ചെയ്യാനും മറ്റും ജുറൈജ് ആശ്രമത്തിന്റെ പുറത്തിറങ്ങുമ്പോൾ ആ സമയം നോക്കി വന്നു നിന്ന് ജുറൈജിന്റെ മുമ്പിൽ വല്ലാതെ ശൃംഗാരം നടത്താൻ തുടങ്ങി. ജുറൈജ് വീണില്ല. ആണത്തമുള്ള ചെറുപ്പക്കാരങ്ങനെയാണ്, അള്ളാഹുവിനെ ഭയമുള്ളവരെങ്ങനെയാണ്. നമ്മളാണെങ്കിലും ഒന്ന് കാണാൻ കാത്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വരണ്ട, ഒന്ന് കണ്ടാ മതി. എന്തൊരു ആനന്ദമാണ്, എന്തൊരു സന്തോഷമാണ്. സഹോദരങ്ങളെ, ജുറൈജ് സമ്മതിച്ചില്ല. അവസാനം ജുറൈജിനെ പാഠം പഠിപ്പിക്കാൻ ഈ പെണ്ണ് തീരുമാനിച്ചു. പെണ്ണൊരുമ്പിട്ടാൽ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, അത് വല്ലാത്തൊരു സംഭവം. ഇന്ന് കേരളം എന്ന് വിറക്കിയല്ലേ ഒരു പെണ്ണ് വിചാരിച്ചിട്ട് സരിത കേരളം, സരിത കേരളം, കേരളം എന്ന് സരിതമയമാണ്. അടുത്ത കാലത്ത് ഹരിത MLA മാര് വന്നതുപോലെ
ഇന്ന് കേരളം മുഴുവനും സരിതമയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു പെണ്ണ് വിചാരിച്ചപ്പോ എന്തൊക്കെ പേക്കൂത്തുകളാ കാട്ടുന്നത് അല്ലേ? നിയമസഭ പോലെ സ്തംഭിച്ചു പോയില്ലേ? കാരണം ആരാ? ഒരു പെണ്ണ്. അതാണ് പറഞ്ഞത് പെണ്ണൊരുമ്പിട്ടാൻ സൂക്ഷിച്ചോണം. അല്ലാഹു അലം. ഒരു പെണ്ണ് നമ്മളെ തകർക്കാൻ തീരുമാനിച്ചാൽ അതിനപ്പുറത്തേക്ക് പിന്നൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് പിന്നൊന്നുമില്ല. ഇവിടെ ജുറൈജിനെ നശിപ്പിക്കാൻ ഒരു പെണ്ണ് തീരുമാനിച്ചു. അവൾ തിരഞ്ഞെടുത്ത സ്വീകരിച്ച സമീപനം നിലപാടത്തിലറിയോ? എല്ലാ പെണ്ണുങ്ങളും ഏകദേശം പിന്നെ എടുക്കുന്ന സമീപനവും തീരുമാനമൊക്കെ തന്നെയാണ്. അവൾ നേരെ ചെന്നു ഒരു ആട്ടിടയന്റെ അടുത്തേക്ക്. എന്റെ ശരീരം കാഴ്ചവെച്ചുകൊണ്ട് ഗർഭവതിയായി. സഹോദരങ്ങളെ, നീണ്ട മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവൾ പ്രസവിച്ചു. ഈ ജുറൈജ് കള്ളനാണ്. ഇവൻ കള്ള സന്യാസിയാണ്, കപട സന്യാസിയാണ്. അവൻ അതിന്റെ അകത്തിരുന്ന് ആരാധന നടത്തുന്നല്ലോ. അവൻ കള്ളനാണ്, അവൻ കള്ളനാണ്. അവന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിൽ നിന്നിപ്പോ പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ പൊന്നോമന ചോര പൈതലിനെ ഉയർത്തിക്കാട്ടി ആ പെണ്ണ് ലോകത്തോട് പറയുമ്പോ ജുറൈജ് സഹോദരങ്ങളെ ഒന്നും മിണ്ടിയില്ല, ആരോടും ഒന്നും മിണ്ടിയില്ല. അവസാനം കോടതി വിളപ്പിൽ വരികയാണ്. എല്ലാവരും ഉണ്ട്. വിചാര കുറ്റത്തിന് ജുറൈജിനെ തൂക്കിലേറ്റാൻ പോവുകയാണ്. സഹോദരന്മാരെ, ആ അവസ്ഥ എന്തോ ഒരു ദാരുണമാണ്. എല്ലാവരും ജുറൈജിനെ തെറി വിളിക്കുകയാണ്, എല്ലാവരും ചീത്ത വിളിക്കുകയാണ്. എല്ലാവരും പറയുന്നു ഇവൻ കള്ളനാണ്. അവനെ കല്ലെറിയാൻ തുടങ്ങുന്നു, അവനെ ആക്ഷേപിക്കാൻ തുടങ്ങുന്നു, അവനെ വല്ലാതെ തെറി വിളിക്കാൻ തുടങ്ങുന്നു. അവസാനം ജുറൈജ് അല്ലാതെ പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ നടുക്കടലിൽ നീന്തി തുടിക്കുമ്പോ ജുറൈജ് പടച്ചവനോട് പറഞ്ഞു, അല്ലാ, ഞാൻ എന്റെ ഉമ്മയ്ക്കൊരു തെറ്റും ഉമ്മയോടൊരു പാപവും ചെയ്തിട്ടില്ല. പക്ഷേ നമസ്കാരത്തിലായതുകൊണ്ട് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്റെ അല്ലാഹുവേ, ഈ ദുരന്തത്തിൽ നിന്നെന്നെ കാക്കണേ അല്ലാ, ഈ ദുരന്തത്തിൽ നിന്നെന്നെ കാക്കണേ അല്ലാ. ഈർച്ചവാള് കൊണ്ടുവന്നു വെച്ചു. തലയിലൂടെ അത് ഇറക്കാൻ പോവുകയാണ്. ശരീരം രണ്ടാക്കി വേർപെടുത്താൻ പോവുകയാണ്. ഉച്ചിയിലൂടെ തടി ഇറക്കുന്നത് പോലെ അരിഞ്ഞ് രണ്ടായി മാറ്റാൻ പോവുകയാണ്. ആ സമയത്ത് ജുറൈജിന്റെ മനസ്സ് വേദനിക്കുന്നു, മനസ്സ് വെപ്രാളപ്പെടുന്നു, വിഷമിക്കുകയാണ്. അല്ലാഹുവേ, ഞാനിവിടെ കഷണമാക്കപ്പെടുമോ? എന്നെ തുണ്ടമായി വെട്ടിമുറിക്കപ്പെടുമോ? എന്നെ ആളുകൾ വല്ലാതെ വേദനിക്കുമോ? എന്നെ ഒരു ക്രൂശിക്കപ്പെടുമോ എന്ന് ചിന്തിച്ച് വേദനിക്കുമ്പോ സഹോദരങ്ങളെ, ആ കുഞ്ഞിന്റെ അടുത്തേക്ക്, ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ജുറൈജ് വിളിച്ചു പറഞ്ഞു, മോനെ പറ, മോനെ ആരാണ് നിന്റെ വാപ്പ? മോനെ ആരാണ് നിന്റെ വാപ്പ? എട്ടും പെട്ടും അറിയാത്ത പിഞ്ചു പൈതലിനോട് ജുറൈജ് ചോദിക്കുമ്പോ ജുറൈജിനോട് കുട്ടി മറുപടിയില്ല. നോക്കി നിന്നവർ ജുറൈജിനെ കല്ലെറിയാൻ തുടങ്ങി. ഇവൻ ഭ്രാന്തനാണ്. പ്രസവിച്ചു വീണിട്ട് 2 ദിവസം പോലും ആകാത്ത കുഞ്ഞിന്റെ വാപ്പ ആരാണെന്ന് ചോദിച്ചാൽ വാപ്പ ആരാണെന്ന് ചോദിക്കുന്നതിന് അടിക്കണ്ടേ? ജുറൈജ് വീണ്ടും ചോദിച്ചു, മോനെ പറ, നിന്റെ വാപ്പ ആരാണ്? സഹോദരങ്ങളെ, അത്ഭുതകരമായിട്ട് ആ കുഞ്ഞു പറഞ്ഞു, എന്റെ വാപ്പ ജുറൈജല്ല, ഇടയനാണ്. അത്ഭുതം സൃഷ്ടിച്ചു. നോക്കി നിന്നവരെല്ലാം ജുറൈജിന്റെ കാൽക്കൽ വീട് മാപ്പ് ചോദിച്ചു എന്ന് ചരിത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ. ഇവിടെ ഒരു ചരിത്രം പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ആശയങ്ങൾ. ഒരു ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോൾ ആ ഉമ്മയുടെ ദുആ ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു. അത് എത്ര നിരപരാധിയാണെങ്കിലും ഉമ്മയുടെ ദുആ സ്വീകരിക്കപ്പെടും എന്നുള്ളതിന് തെളിവാണ്. രണ്ടാമത്തത്, അദ്ദേഹത്തിന്റെ സൽസ്വഭാവവും സത്യസന്ധതയും സച്ചരിതമായ ജീവിത ശൈലിയും കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. മറുഭാഗത്ത് എന്തുമാവട്ടെ സഹോദരങ്ങളെ, അല്ലാഹു തആല പറയുകയാണ്, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ വാക്കാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വാക്കാ, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ.
അല്ലാഹനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കല്ലേ, അല്ലാഹന്റെ മുന്നിൽ അല്ലാതെ നിങ്ങൾ സുജൂദ് ചെയ്യല്ലേ, അല്ലാഹന്റെ മുന്നിൽ അല്ലാതെ നിങ്ങൾ സമർപ്പണം നടത്തല്ലേ. രണ്ടാമത് വബിൽ വാലിദൈനി ഇഹ്സാനാ, ഉമ്മയോട് ഉപ്പയോട് മയമായി പെരുമാറണേ, അവരോടുള്ള ബാധ്യതകൾ തീർക്കണേ, അവരോട് കരുണ കാണിക്കണേ, കരുണ കാണിക്കണേ. ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, വാർദ്ധക്യത്തിലെത്തുമ്പോ പ്രായാധിക്യമെത്തിയ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, നിന്റെ കൂടെയാണ് അവർ കഴിയുന്നതെങ്കിൽ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് നീ അല്ലാതെ നിങ്ങൾ ആരാധിക്കല്ലേ, അല്ലാഹന്റെ മുന്നിൽ അല്ലാതെ നിങ്ങൾ സുജൂദ് ചെയ്യല്ലേ, അല്ലാഹന്റെ മുന്നിൽ അല്ലാതെ നിങ്ങൾ സമർപ്പണം നടത്തല്ലേ. രണ്ടാമത് വബിൽ വാലിദൈനി ഇഹ്സാനാ, ഉമ്മയോട് ഉപ്പയോട് മയമായി പെരുമാറണേ, അവരോടുള്ള ബാധ്യതകൾ തീർക്കണേ, അവരോട് കരുണ കാണിക്കണേ, കരുണ കാണിക്കണേ. ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, വാർദ്ധക്യത്തിലെത്തുമ്പോ പ്രായാധിക്യമെത്തിയ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, നിന്റെ കൂടെയാണ് അവർ കഴിയുന്നതെങ്കിൽ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് നീ ചേന്ന് പോലും പറയല്ലേ. എത്രയോ കേട്ട ആയത്താ സഹോദരങ്ങളെ, എത്രയോ കേട്ട ആയത്താ ഇത്. ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നൊരു അല്ലാഹുവിന്റെ ഖുർആൻ അത്ര നമ്മുടെ ഭാഷയിൽ വളരെ വ്യക്തമായി പറഞ്ഞു തരിക. ചിലപ്പോൾ നമ്മുടെ വീട്ടില് ഉമ്മയോ ഉപ്പയോ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്നൊരു മോഹൻ ചുളിച്ചുകൊണ്ടൊരു വാക്ക് പറയുമല്ലോ, മിണ്ടാതിരിക്കുക എന്ന് പറയണ്ട എന്നൊരു വാക്ക്, അതുപോലും നിന്റെ ഉമ്മാടെ ഉപ്പാടെ മുഖത്ത് നോക്കി നീ പറയരുത് ഒരിക്കലും. ഒരിക്കലും നീ അവരെ ആട്ടിയിറക്കരുത്, നിന്റെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടരുത്. സഹോദരങ്ങളെ, ഈ അടുത്തൊരു അമ്മ തിരുവനന്തപുരം സിറ്റിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ ഒരു അമ്മയെ പിടിച്ചു കൊണ്ടുവന്ന് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവിടാൻ പോകുമ്പോൾ സാമൂഹ്യ പ്രവർത്തകർ ആ ഉമ്മയെ കൊണ്ടുവന്ന് വിടാൻ പോകുമ്പോൾ പത്രപ്രവർത്തകരെല്ലാവരും കൂടി വളഞ്ഞിട്ട് ചോദിച്ചു, അമ്മേ നിങ്ങളുടെ ജീവിതകഥ എന്താണ്? അപ്പോഴാണ് അവർ പറഞ്ഞത്, എനിക്കൊരു മകനേ ഉള്ളൂ, ആ മകൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്ക് നിവൃത്തിയില്ല, ഞാൻ ഇങ്ങനെ നടക്കണം, ഏതെങ്കിലും കടത്തണ്ടയിൽ ഞാൻ കിടക്കും, എവിടെയെങ്കിലും ഉറങ്ങും, അങ്ങനെ കഴിയാണ്. അപ്പോഴാണ് ചാനലുകാരും പത്രപ്രവർത്തകരും ആ അമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് വീട്ടിൽ പോകണമെന്നില്ലേ, മകന്റെ അടുത്തേക്ക് പോകണമെന്നില്ലേ? ആ അമ്മ പറഞ്ഞു, എന്റെ മോൻ വിളിച്ചാൽ ഞാൻ പോകും. എന്നിട്ടും സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ ഇറക്കി വിട്ടവനെ ഒന്ന് കെറി പറയാൻ, ചീത്ത പറയാൻ, അവനെ പറ്റി മോശമായൊരു വാക്ക് പറയാൻ ആ ഉമ്മ ഇഷ്ടപ്പെടുന്നില്ല. ആ ഉമ്മ ഒരിക്കലും മനസ്സുകൊണ്ട് താല്പര്യപ്പെടുന്നില്ല. ഉമ്മ എന്താണ് തിരിച്ചറിയാൻ നമുക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഉമ്മ നഷ്ടപ്പെടുമ്പോഴാണ് ഉമ്മയുടെ വാത്സല്യവും ആ ഉമ്മയുടെ കരങ്ങൾ കൊണ്ട് നമ്മുടെ തലയിൽ നിന്ന് തലോടുമ്പോഴുള്ള സുഖവും അതിനപ്പുറത്തേക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിന്റെ ദുഃഖവും അതിന്റെ വ്യാപ്തിയും അതിന്റെ വിശാലതയും അതിന്റെ സുഖവും ഒക്കെ നമ്മൾ തിരിച്ചറിയുക. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വേദന മനസ്സിലാക്കുക. സഹോദരന്മാരെ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റമളാൻ കഴിഞ്ഞു നിൽക്കുകയാണ്. ഒരു പൊതുജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചവരാ നമ്മള്. അപ്പയും ഉമ്മയും മനസ്സിന്റെ വല്ലാത്ത ദേഹമാവണം. ജീവിതത്തിന്റെ ഒരു വഴികാട്ടിയായ വാപ്പയും ഉമ്മയും മാറണേ. അതുകൊണ്ട് ഒരിക്കലും വാപ്പയും ഉമ്മയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരില്ല. ഈ അടുത്ത് ഞങ്ങളൊരു സ്ഥലത്ത് പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ കാണാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഇപ്പൊ വാപ്പ ആരുടെ കൂടെയാണ്, നിങ്ങൾ മക്കള് ആരുടെ കൂടെയാണ് വാപ്പ എന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരനോട് മറുപടി പറയാം, ഞാൻ വാപ്പയുടെ കൂടെയാണെന്ന് പറഞ്ഞു. ഞാൻ വാപ്പയുടെ കൂടെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് എന്താ ഇയാളിങ്ങനെ, അപ്പൊ എന്റെ ഉസ്താദിന് മനസ്സിലായില്ലല്ലേ, ഉസ്താദെ പ്രായം അത്രയായി, ഞാനിന്ന് വലിയ ആളായി, എങ്കിലും എന്റെ വാപ്പ എന്നേക്കാൾ വലുത് തന്നെയാണ്. വാപ്പ എന്റെ കൂടെ അല്ല ജീവിക്കേണ്ടത്, ഞാൻ വാപ്പയുടെ കൂടെയാണ്. വാപ്പ ഇപ്പൊ ജോലിക്കൊന്നും പോണില്ല, വാപ്പ വീട്ടിലിരിപ്പാണ്, എങ്കിൽ പോലും ഞാൻ വാപ്പയുടെ തണലിലാണ് ഇപ്പോഴും എന്ന് പറയുന്ന ഒരു മകൻ. അൽഹംദുലില്ലാഹ്. അങ്ങനെ ആവട്ടെ.
അങ്ങനെ ആവണ്ടേ? അത് ആവണമെങ്കിൽ നല്ല ഒരു മാതൃക മാതാപിതാക്കള് കൊടുക്കാൻ കഴിയണം. ഇപ്പൊ നമ്മള് ഭാര്യയും ഭർത്താവുമാണ് ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ. ഇപ്പൊ ചില സഹോദരിമാര് പറയുള്ളൂ, അള്ളാണേക്ക ഞാൻ ആദ്യം മരിച്ചിട്ട് നിങ്ങൾ മരിക്കണം. അപ്പോ ഭർത്താവ് എന്താ പറയും? നീ മരിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ്, അതൊരിക്കലും പറ്റില്ല. സ്നേഹം ഭയങ്കര സ്നേഹപ്രകടമായി. പഹയന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹു ഈ കോഞ്ഞാട്ടം അങ്ങ് മരിച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷത്തിലേക്ക് കെട്ടിക്കൊണ്ട് വരായിരുന്നു മനസ്സിലെങ്ങനെയാ. പക്ഷെ എന്നാലും പറയും, അങ്ങനെ പറയുന്നത് നീ മരിച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കൂല, നമുക്ക് ഒന്നിച്ച് മരിക്കാം, വലിയ സ്നേഹമാണ്. പക്ഷെ പെണ്ണുപിള്ളേന്ന് മരിച്ചു നോക്കട്ടെ, ഒരാഴ്ച കഴിയുമ്പോൾ പതുക്കെ പള്ളി ഉസ്താദെ എവിടെന്നെങ്കിലും ഒന്ന് മക്കളെ സമ്മതിക്കുന്നില്ല. എവിടെന്നെങ്കിലും ഈ അടുത്ത ഒരു വൃദ്ധനായ മനുഷ്യരെടുത്തു ഒരു 65-70 വയസ്സ്, ഒരു 65-70 വയസ്സിന് മുകളിൽ താഴെ എന്തായാലും വരില്ല. മക്കളെയും കെട്ടിക്കയറാൻ നിൽക്കുക. ഭാര്യ മരിച്ചു. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഗർഭപ്പെടുന്ന സാറേ തീരെ നിവൃത്തിയില്ല, മൂത്രമൊഴിക്കാൻ പോകണമെങ്കിലോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണമെങ്കിലോ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഉള്ളിയിരിക്കണം. എന്താ നമുക്ക് അറിഞ്ഞൂടെ? കിളവന്മാരെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരല്ല ഞാൻ പറയണത്. സഹോദരങ്ങളെ, അടുത്ത് ഒരു ഫേസ്ബുക്ക് പ്രണയം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ചാവക്കാട്. ഇപ്പൊ എല്ലാം മൊബൈലും ഫേസ്ബുക്കും നെറ്റും ഇന്റർനെറ്റും ഒക്കെ ആണല്ലോ. അതിലൊക്കെ വല്ലാതെ വീണ് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പാറ്റകളെ പോലെ. ചാവക്കാട് ഒരു ഫേസ്ബുക്ക് പ്രണയം, തൃശ്ശൂർ ജില്ലയിലാണ്. ഒരു പെണ്ണ് വല്ലാത്ത സ്നേഹം ഫേസ്ബുക്കിലെ ഫോട്ടോ കണ്ട് പ്രണയിച്ച് സ്നേഹമായി. അത് കണ്ടോളാൻ വയ്യ. തിരുവനന്തപുരം ഭാഷയിൽ അങ്ങനെയാണ്, വേണ്ടി കണ്ടോളാൻ വയ്യ. അവസാനം എന്താ അവനോട് വന്ന് ഇന്ന സ്ഥലത്ത് വരാൻ. അങ്ങനെ ചാവക്കാട് ടൗണിൽ പെണ്ണെത്തി. തന്റെ കാമുകനെ കാത്തു നിൽക്കാൻ. ഒരു 20-22 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ കാമുകനെ കാത്തു നിന്നു, കാണാനില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു. അവസാനം സന്ധ്യ മയങ്ങി. എല്ലാവരും പെണ്ണിനെ തന്നെ നോക്കാൻ കടകളൊക്കെ അടയ്ക്കാറായപ്പോഴും ഈ പെണ്ണിങ്ങനെ കിടന്ന് പരിങ്ങാണി. അവസാനം അവർ സ്റ്റേഷനെ വിളിച്ചു പറഞ്ഞു. സ്റ്റേഷനിൽ പോലീസുകാർ വന്നു, പെണ്ണിനെ കുരുക്കിട്ട് കൊണ്ടുപോയി. അപ്പോഴാ ഫേസ്ബുക്ക് പ്രണയം തന്റെ ഇഷ്ടപ്പെട്ട കാമുകനാണ്, ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പക്ഷെ വിളിച്ചിട്ട് എത്താമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ല എന്നൊക്കെ പെണ്ണ് പറഞ്ഞു. അപ്പൊ നമ്പർ വാങ്ങിച്ചിട്ട് തന്ത്രപരമായിട്ട് പോലീസുകാരെ കിട്ടിയ പിന്നെ വിടൂരല്ലോ. പോലീസുകാര് ഇയാളെ വിളിച്ചു. അങ്ങനെ ഇയാള് വരാമെന്നേറ്റു. 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ എത്താമെന്നു. അങ്ങനെ സ്റ്റേഷനിൽ ഈ 22 വയസ്സായ സുന്ദരിയായ പെണ്ണ് കാത്തിരിക്കാൻ. എന്തുകൊണ്ടാണ് അവൻ എന്നെ കാണാതിരുന്നത്? എന്നാലും സ്റ്റേഷനിൽ വെച്ചാൽ എനിക്കൊന്ന് കണ്ടോളാൻ വയ്യ, എനിക്ക് കണ്ടാൽ മതി. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഒരാൾ വരുന്നത്. അപ്പൊ പോലീസ് എന്താ സാറ് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. 94 വയസ്സ് പ്രായമുണ്ടായ കിളവന് ഫേസ്ബുക്ക് പ്രണയം. സുബ്ഹാനല്ലാഹ്, ഈ സഹോദരിമാർക്ക് ഒരു ജോലിയില്ലല്ലോ അല്ലാഹുവേ. അപ്പൊ പിന്നെ കിളവന്മാർക്ക് കുറവുള്ളതൊന്നും കേട്ടോ, ഒന്നിനും ഒരു കുറവില്ല. അല്ലാഹു അക്ബർ. കാണുന്നതും കേൾക്കുന്നതും അവർക്ക് അതല്ലേ. 60 വയസ്സുകാരൻ പിന്നെ 4 വയസ്സുകാരെ പീഡിപ്പിച്ചു. ഇന്ന് പത്രം എടുത്താൽ മുഴുവൻ പീഡനത്തിന്റെ കഥയാണ്. പീഡനത്തിന്റെ കഥയില്ലാത്ത ഒരു പത്രവും സഹീഹല്ല. പേര് മുഴുവനും അതാണ്, എവിടെ കാണുന്നതും അതാണ്. ഏത് പത്രത്തിലും നിറഞ്ഞു നിൽക്കുന്നത് പീഡനത്തിന്റെ കഥകൾ മാത്രം. എല്ലാം 50 വയസ്സിന് മുകളിലുള്ളവരാണ്. എല്ലാം 50, 60, 70 വയസ്സുള്ള കിളവന്മാർ വരെ കൊച്ചു കുട്ടികളെ പിടിച്ചു ചീന്താൻ നടക്കുന്ന കാമ കസ്മലന്മാർ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരും പരസ്പരം പറയാം, നീ മരിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കും, ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ മരിക്കരുത്, ഞാൻ മരിച്ചിട്ടേ നിങ്ങൾ മരിക്കാവൂ. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ആദ്യം മരിക്കേണ്ടത് ആരാണ്? ഭാര്യയും ഭർത്താവും ആദ്യം മരിക്കേണ്ടതാണ്. ഞാൻ പറയുന്നു, ആദ്യം ഭാര്യ തന്നെ മരിക്കണം. അതിന് കാരണം എന്താ? ഞാൻ വെറുതെ പറയണതല്ല. ആദ്യം ഭാര്യ മരിച്ചാൽ അതിന്റെ സുഖം അനുഭവിക്കുന്നത് ഭർത്താവാണ് എന്ന് നിങ്ങൾ കരുതും അല്ലേ? അല്ല, നേരെ തിരിച്ചാണ്. ആദ്യം ഭർത്താവ് മരിക്കണം. എന്നാൽ അൽഹംദുലില്ലാഹ് ഖബറിൽ പോകുമ്പോൾ ഒരു 4-4.5 മാസം സ്വസ്ഥമായിട്ട് കിടക്കാം. നേരത്തെ ഒരാളൊരു കഥ പറഞ്ഞ പോലെ ഒരാള് ഭാര്യ മരിച്ചു. ഭാര്യ ഭർത്താവുള്ള മനസ്സിന്റെ ആ സംതൃപ്തി, സന്തോഷം, അതാണ് മക്കളിൽ പ്രകടമാകുന്നത്. പാപ്പായുമായി എപ്പോഴും തല്ല, പിന്നെ മക്കൾ ഒരിക്കലും നന്നാവൂല. അങ്ങനെ ഭാര്യ മരിച്ചപ്പോൾ ഭാര്യയുടെ മയ്യത്തും ചുമന്നുകൊണ്ട് പോകുന്നു. മയ്യത്തും ചുമന്നുകൊണ്ട് പോകുമ്പോൾ കുറെ ചെന്നപ്പോ ഒരു മരത്തിന്റെ വേരിൽ തട്ടി എല്ലാ മയ്യത്ത് ചുമന്നുകൊണ്ട് പോയാലും മറിഞ്ഞടിച്ചു വീണപ്പോ ഈ പെട്ടിയൊക്കെ പൊട്ടി മയ്യത്ത് ജീവനോട് എഴുന്നേറ്റ് വന്നു. കഥയാകട്ടെ ഇടിച്ചു ചോദിച്ചു. മയ്യത്ത് ജീവനോട് എഴുന്നേറ്റ് വന്നു.
അപ്പൊ ഈ ഉപ്പാപ്പ ചോദിച്ചു, അല്ലാഹുവേ തീർന്നല്ലോ എന്ന് വിചാരിച്ചത്, ഇനി സഹിക്കണമല്ലോ ഉടച്ചവനെ. തിരിച്ച് വീട്ടിൽ വന്നു, ജീവിതം വീണ്ടും തുടങ്ങാണ്. കുറെ നാൾ വീണ്ടും ജീവിച്ചു, കുറെ വർഷങ്ങൾ വീണ്ടും ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ താത്ത മരിച്ചപ്പോ മയ്യത്ത് കൊണ്ട് പോവാണ്. വലിയ സന്തോഷം ഉപ്പാപ്പ, അല്ലാഹുവേ ഇങ്ങനെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് കൊണ്ട്. അപ്പൊ മയ്യത്ത് കൊണ്ടുപോകും, മയ്യത്തിന്റെ മുമ്പിൽ കയറി നടന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു മരത്തിന്റെ വേരിൽ തട്ടിയാണല്ലോ വീണത്. അപ്പൊ അവിടെ എത്തി നേരത്തെ ഉപ്പാപ്പ അവിടെ നിന്നു. എന്നിട്ട് എല്ലാവരോടും വിളിച്ചു, അന്ന് നിങ്ങൾ എന്നെ കുഴപ്പിച്ചു, ആ വേരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല, കുറ്റിയെങ്കിലും കാണാൻ സൂക്ഷിച്ച് നടക്കണം, എവിടെയെങ്കിലും കൊണ്ട് സ്വസ്ഥമായിട്ടൊന്ന് വെച്ചിട്ടേ നിങ്ങൾ എനിക്ക് സ്വസ്ഥത തരാവുള്ളൂ എന്ന് പറഞ്ഞത് മാതിരിയാണെങ്കിൽ ആ ജീവിതം കണ്ടിട്ട് ഒരിക്കലും ഒരു മക്കളും സാലിഹാവുകയില്ല, നന്നാവുകയുമില്ല. മറിച്ച് രണ്ടുപേരും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ച ഒരവസ്ഥയിലാണെങ്കിലോ തീർച്ചയായിട്ടും ആദ്യം ഭർത്താവ് മരിച്ചാൽ അതിന്റെ ഫലം വലുതാണ്. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞത്? ഭർത്താവ് മരിച്ചാൽ ഭാര്യ 4 മാസവും 10 ദിവസവും എഴുതിയിരിക്കും, ആരെയും കാണൂല. ഇരുട്ടുള്ള മുറിയിൽ തന്റെ ഭർത്താവിന്റെ വിയോഗമോർത്ത് ദുഃഖിച്ചും വിഷമിച്ചും വ്യസനിച്ചും റൂമിനകത്തിരുന്ന് ഖുർആനോദിയും ദിക്ർ ചെയ്തും നമസ്കരിച്ചും ദുആയിലും കഴിയുന്ന ഒരു ഭാര്യ, ആ ഭാര്യ ചെയ്യുന്ന എല്ലാത്തിന്റെയും ഓഹരി ഭർത്താവിനെത്താണ്. അതേസമയത്ത് ആദ്യം ഭാര്യയാണ് മരിക്കണമെങ്കിലോ ഭർത്താവ് ഇദ്ദേഹരിക്കുമോ? അതേപോലെ ഭർത്താവ് മരിച്ചാൽ ആ പെണ്ണിനെ കുറിച്ച് പിന്നെ പറയുന്ന പേരെന്താണ്? വിധവ എന്നാണ്. അതുപോലെ ഭാര്യ മരിച്ചാൽ ഭർത്താവിനെ വിധവൻ എന്ന് പറയും. വിധവനല്ല, വിളവനാണ്. അല്ലാഹു മരിച്ച ഉടനെ അടുത്തന്നെ കെട്ടാൻ പോവാണ്. അപ്പൊ വിധവ വൈദവ്യത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരങ്ങളെ എന്റെ മക്കളെ വളർത്തുന്ന രീതി പഠിപ്പിച്ചിട്ടുണ്ട്. തന്റെ ജീവിത ശൈലിയിലൂടെയാണ് മക്കളെ പഠിപ്പിച്ചു കൊടുത്തത്. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന പിന്നാറപ്പെട്ട മകൻ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞു പോകുമ്പോ സഹോദരങ്ങളെ ആ സമയത്ത് ആദർശവാദിയായ സംസ്കാര സമ്പന്നനെന്ന് അവകാശപ്പെടുന്ന ആധുനിക സംസ്കാരത്തിന്റെ ശവപ്പെട്ടിയിൽ കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട യുവാക്കളെ ഒരു സലാം പോലും പറയാൻ മടിക്കുന്നൊരവസ്ഥയാണ് നമ്മുടെ ഇടയിലുള്ളതെങ്കിൽ, ഭർത്താവ് പുറത്തേക്ക് പോകുമ്പോ ഒരു സലാം പറഞ്ഞു വിടാൻ മടിക്കുന്ന ഉമ്മയാണ്, ഭാര്യയാണ് വീട്ടിലുള്ളതെങ്കിൽ, ആ പൊന്നോമന മക്കൾ എങ്ങനെയാണ് മാതാപിതാക്കളോട് സലാം പറയുന്നത്? മാതാപിതാക്കൾക്ക് കരുണയുടെ ആശീർവാദത്തിന്റെ വാക്കുകൾ പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് കണ്ടോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വ തുസല്ലിമൂ അലാ അഹ്ലിഹാ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ നിന്റെ മാതാപിതാക്കളോട്, നിന്റെ മക്കളോട്, നിന്റെ വേണ്ടപ്പെട്ടവരോട് ഒരു സലാം പറഞ്ഞ് കടന്നു പോകണേ, സലാം പറഞ്ഞ് കടന്നു പോകണേ. സലാം പറയാതെ വീട്ടിലേക്ക് കടക്കരുതെന്ന് പഠിപ്പിക്കുമ്പോ എന്തിനാ സഹോദരങ്ങളെ ഉമ്മാക്ക് മക്കൾ മാതാപിതാക്കൾക്ക് സലാം പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ പരിപൂർണ്ണ മുഅ്മിനാകുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗമില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയുമില്ല. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ, നിങ്ങളുടെ മനസ്സിൽ സ്നേഹമൂട്ടി ഉറപ്പിക്കാൻ, മാതാപിതാക്കളോട് മക്കളുടെ മനസ്സിൽ സ്നേഹമുണ്ടാവാൻ, മക്കളോട് മാതാപിതാക്കൾക്ക് സ്നേഹമുണ്ടാവാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ പരസ്പരം സലാം വർദ്ധിപ്പിച്ചോ, സലാം പെരുപ്പിച്ചോ.